പലരും അഭിപ്രായം കേട്ട് തീരുമാനമെടുത്തു. നിങ്ങൾ അഭിപ്രായം മനുഷ്യരോട് ചോദിച്ചാലും തീരുമാനമെടുക്കേണ്ടത് പ്രാർത്ഥനയിലാണ്. നിരാശപ്പെട്ടിരിക്കില്ല. അവരെന്നോട് അങ്ങനാണല്ലോ പറഞ്ഞ്, എന്നാൽ പോകണ്ട, അവരങ്ങനെയാ പറയുന്നത്. എത്ര പേരാ മനുഷ്യൻ്റെ വാക്ക് കേട്ട് വീട് വെക്കാത്ത? എത്രയോ പ്രാവശ്യം പറഞ്ഞു, സുഹൃത്തെ അവിടെ വീട് വെക്ക്, എന്നാലും അപ്പുറത്തെ പുള്ളി പറഞ്ഞ കാര്യമാണ് പുള്ളിക്ക് വേദവാക്യമായിട്ടിരിക്കുന്നത്. ആരോ പറഞ്ഞു അവിടെ വെള്ളമില്ല, ആരോ പറഞ്ഞു അതിലെ പോക്കുവരവുണ്ടെന്ന് പുള്ളി എങ്ങനെയാണ് അറിഞ്ഞത്? ചിലർ നമ്മൾ പറയൂ അതിലേക്കൂടെ പോക്കുവരവുണ്ട്. രാത്രി 2:15 കിലികിലികിലാന്നൊരൊച്ച കേട്ടു. ഇയാളെങ്ങനെയാണ് കേട്ടത്? ഇയാൾ ആ സമയത്ത് പോത്ത് പോലെ കിടന്നുറങ്ങും. ആ കിലികില ഒച്ച കേട്ടത് ചുമ്മാ അങ്ങ് അടിക്കുകയാണ്. ചുമ്മാ അടിക്കുന്ന വാക്കുകൾ കേൾക്കരുത്. ദൈവം തന്നതാണെങ്കിൽ ആ ഐശ്വര്യം ഞാൻ അനുഭവിക്കും. ഈ നല്ല ദിവസത്തെ ഓർത്ത് നന്ദി പറയാം. ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാൾ മുതൽ ഈ ശബ്ദം ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവരെയെല്ലാം ഈ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുകയാണ്. ഇന്നത്തെ ഈ വചനം നിങ്ങൾക്കൊരനുഭവമായി മാറണം. എങ്ങനെയുള്ള അനുഭവമാണെന്നറിയാമോ? തിരിഞ്ഞു നോക്കി ഇത് ദൈവം ചെയ്തതാണെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ, തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ അതൊരനുഭവമാകണം. കർത്താവ് ഇന്ന് വചനം പ്രസംഗിക്കുമ്പോൾ, പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അത് മറക്കാനാകാത്ത ഒരനുഭവം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളെ എത്തേണ്ട സ്ഥലത്ത് ദൈവം എത്തിക്കും. എത്തേണ്ട സ്ഥലത്ത് ദൈവം എത്തിക്കും. ചില വേദനകൾ പറയാൻ വാക്കുകൾ പോലുമില്ല. ചിലരുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ തകർന്നു പോയതാണ്. എവിടെ ചെന്നാലും ആരോട് ചോദിച്ചാലും എല്ലാവർക്കും പറയാനുണ്ടൊരു വേദന. വേദന പറയാനുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. എനിക്ക് പറയാനുണ്ട് 1-2 വേദനകൾ, എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ. ഇന്ന് വന്ന പലരോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താ മനസ്സ് വല്ലാണ്ടിരിക്കുന്നത്? എന്തോ വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ നിങ്ങൾക്ക്. അവർ വന്ന് ആ കസേരയിലിരിക്കുമ്പം നമുക്ക് തോന്നും എന്തോ മനസ്സ് വല്ലാണ്ടിരിക്കുന്ന പോലെ. വാടിയ മനസ്സ്, തകർന്നു പോയ മനസ്സ്. ഒരു പാട്ടുണ്ട്, ആശ്വാസത്തിൻ്റെ ഉറവിടം ക്രിസ്തുവാണ്. ആശ്വാസത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു ഈ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും എന്നെ വിളിച്ചതാണ്, എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. വിശ്വസിച്ച് എനിക്കൊരു വഴി ദൈവം തുറന്നു തരുമെന്ന് തന്നെ വിശ്വസിക്കുക. പഴി ചാരിക്കൊണ്ടിരുന്നാൽ ഒന്നിനും പരിഹാരമാകില്ല. പിറുപിറുത്തുകൊണ്ടിരുന്നാൽ ഒന്നിനും പരിഹാരമാകില്ല. പ്രാഗിക്കൊണ്ടിരുന്നാൽ ഒന്നിനും പരിഹാരമാകില്ല. എന്നാൽ അതിന് പകരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ അതിനൊരു പരിഹാരം ദൈവം കൽപ്പിക്കും. പിറുപിറുത്തുകൊണ്ടിരുന്നാൽ ഒന്നിനും പരിഹാരമാകില്ല. പ്രാഗിക്കൊണ്ടിരുന്നാൽ, പഴിചാരിക്കൊണ്ടിരുന്നാൽ ഇതൊന്നും പരിഹാര കാരണമാകില്ല. എന്നാൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ, പാട്ടുകാരൻ പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത നിമിഷത്തിൽ അതൊരു പരിഹാരമായി ദൈവം അത് മാറ്റിയിരിക്കും. വിശ്വസിക്കുന്നു. കണ്ണുകളടച്ച കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആശ്വാസത്തിൻ ഉറവിടമാ
എന്നെ വിളിച്ചിടും. അതുകൊണ്ടാ ഞാൻ നിങ്ങൾ ഇവിടെ വന്നത്, ആശ്വാസത്തിൽ ഈ വചനം കേൾക്കുന്നത്. ഉറവിടമാം ക്രിസ്തു എന്നെ വിളിച്ചിടുന്നു, എന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, പിന്നെയോ ആശ്വാസമില്ല വലയുന്നോ. അങ്ങനെയുള്ള ആരൊക്കെയോ ഇവിടെയുണ്ട്. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല വലയുന്നോരേ. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി എന്നെ വിളിച്ചിടും. വിശ്വസിക്കുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി പറഞ്ഞ് എന്നെ വിളിച്ചിടും. പാപാന്തകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ. ഒന്ന് ചേർന്ന് പറയുമോ? പാപാന്തകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ. എന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ സംഭവിക്കണമേ. എന്നെന്നും മതിയായ എന്നെ രക്ഷിക്കാൻ, എന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായ. എല്ലാവരും പറഞ്ഞ് എന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ. അതുകൊണ്ട് എന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും മനസ്സിലോർത്ത് 30,000-ഓളം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് 6-ാം തീയതി വരെ. നിങ്ങളും എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച്, ആ കുഞ്ഞുങ്ങൾ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ ആ കുഞ്ഞുങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരാകണം. അവർ നിങ്ങൾക്കൊരു കിരീടമാകണം. ഒരു കിരീടം, അതൊരു അനുഗ്രഹമാകണമെന്നാണ് എൻ്റെ അർത്ഥം. സംഭവിക്കും. കണ്ണുകളടച്ച് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഒറ്റ കാര്യം പറഞ്ഞെന്ന് പ്രാർത്ഥിക്കുവാണ് മനസ്സുകൊണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പോൾ ആദ്യം സൃഷ്ടിച്ചത് എന്നാണെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് എന്നാണെന്നറിയോ? ഇത് തന്നെയാണ് വെളിച്ചം. നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പം അവിടെ എല്ലാ ഭക്ഷണം ഉണ്ടെന്നിരിക്കട്ടെ, എല്ലാം ഭക്ഷിക്കാനോട് എല്ലാം ഉണ്ട്, പക്ഷേ ഇരുട്ട് മുറിയാണെന്നിരിക്കട്ടെ, ലൈറ്റൊന്നുമില്ല. എവിടെയാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. എല്ലാം ഇരുട്ടിങ്ങനെ മൂടിക്കിടക്കും. എപ്പോഴാണോ ആ ഇരുട്ട് മാറുന്നത് അപ്പോഴേ നമുക്കുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് വേണ്ടത്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ചില നന്മകളെ, ചില ഐശ്വര്യങ്ങളെ, ചില ഉയർച്ചകളെ, ചില വിജയത്തെ ഇരുട്ടിങ്ങനെ മൂടി വച്ചിട്ടുണ്ട്. ഇന്ന് ദൈവവചനത്തിലൂടെ ആ വെളിച്ചം അതിൽ വരുമ്പം നിങ്ങൾക്കുള്ളത് നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾക്കുള്ളതിനെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ടാകും. ചില വഴികളെ, തടസ്സങ്ങളെ മാറ്റി
രക്ഷപ്പെടാനുള്ള വഴികളെ ആ വെളിച്ചം തുറക്കാൻ തുടങ്ങും. ഇരുട്ട് കൊണ്ട് ചിലതൊക്കെ മൂടിയായിരിക്കുന്നേ, എന്നിട്ട് ആകപ്പാടെ കട്ടിപിടിച്ച നിരാശയാ പലർക്കും ബഹുദൂരം മുന്നോട്ട് പോകാൻ ഈ വെളിച്ചം നിനക്ക് ശക്തി തരും. ബഹുദൂരം മുന്നോട്ട് പോകാൻ എന്ത് വലിയ തടസ്സമാണേലും അതിനെ കീറി മുറിച്ച് മുന്നോട്ട് ബഹുദൂരം പോകാൻ ആ ഈ വെളിച്ചം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ പ്രയോജനമാണ്. ആദ്യം സൃഷ്ടിച്ചത് സ്വർണത്തെയല്ല, ആദ്യം സൃഷ്ടിച്ചത് മാണിക്യത്തെയല്ല, ആദ്യം സൃഷ്ടിച്ചത് വരുമാനമാർഗമല്ല, ആദ്യം സൃഷ്ടിച്ചത് വെളിച്ചമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വചന ശുശ്രൂഷ, വചനം പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യം വരുന്നതും ഈ വചനത്തിൻ്റെ വെളിച്ചമാണ്. അതേത് കട്ടിയുള്ള കടികട്ടിയായ ഇരുട്ടിനെയും അങ്ങ് മാറ്റി ചില നന്മകളെ തുറക്കാൻ തുടങ്ങും. ഒന്നറിയാമെങ്കിൽ ഒന്ന് ചേർന്ന് വിശ്വാസത്തോടെ പാടുകയാണ്. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. അർത്ഥം പറഞ്ഞ അതൊന്ന് ഉറക്കെ പാടിയേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ഇന്ന് ഈ ശബ്ദം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവകരങ്ങൾ ആശ്വാസമാ. തളർന്നിരിക്കുന്ന തളർന്നോരോ നേരത്തിലെല്ലാം തവകരങ്ങൾ ആശ്വാസമാ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളെ സഹായിച്ചതിന്, ജീവിതത്തിൽ ഇടപെട്ടതിന്, നല്ല ഒരു അനുഭവം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇരിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഈ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെയും ആഗ്രഹത്തോടെയുമാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഈ ദേശത്താണെങ്കിലും ഒത്തിരി പള്ളികളിൽ തിരുനാളുകൾ, പെരുന്നാളുകൾ നടക്കുന്ന സമയമാണ്. നമ്മുടെ ഈ ഇടവകയിലാണേലും ഈ ദേശത്തൊക്കെയാണെങ്കിലും ഒത്തിരി തിരുനാളുകളുണ്ട്. നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ പള്ളിയിലും ഒക്കെ തിരുനാളുകൾ നടക്കുന്ന മാസമാണിത്. എന്നിട്ട് പോലും ഈ ദിവസം ഇത്രയും തിരക്കുണ്ട്. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടു. ഇന്നലെയല്ല, മെനിഞ്ഞാന്ന്. ആ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു വചനവും എൻ്റെ മനസ്സിൽ വന്നു. ആ സാക്ഷ്യം കേട്ടത് നമ്മുടെ പാട്ടുപാടുന്ന ജോണ് ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. അവരുടെ വീട്ടിൽ, ഈ പാട്ടുപാടുന്ന ജോണിൻ്റെ വീട്ടിൽ പഞ്ചസാര പാത്രം ഉണ്ടായിരുന്നെന്നും ആ പഞ്ചസാര, അതിനകത്ത് പഞ്ചസാരയില്ല, പക്ഷേ ചായ വയ്ക്കുന്ന സമയത്ത് അത് വടിച്ച്, 1 കിലോ മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് അത് വടിച്ച് തൂത്തെടുത്ത് ചായക്കകത്തിട്ട് ഒരു ചായ കുടിച്ചതും, പിന്നെ ഒരു ചോറ് കഴിക്കാൻ, അല്ല ഭക്ഷണം കഴിക്കാൻ കറികളൊന്നുമില്ല. അപ്പോൾ പല തെങ്ങിൻ്റെയും ചോട്ടിപ്പോയി നോക്കിയത് തേങ്ങ വല്ലതും വീണ് കിടപ്പുണ്ടോ, കിട്ടുവാരുന്നേൽ ചമ്മന്തി അരയ്ക്കായിരുന്നല്ലോ. അതിങ്ങനെ കേട്ടപ്പോൾ ആ വ്യക്തിയെ ദൈവം അങ്ങനെയുള്ള ഒരു അവസ്ഥയെന്ന് ഇന്ന് ദൈവം അനുഗ്രഹിച്ച ഒരു സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. ഒരു അനുഭവം പറയുന്നത് കേട്ടു.
ബൈബിൾ എടുത്തേ. ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഒരു വചനം എഴുതിയിട്ടുണ്ട്. അത് ആമുഖമായി ഒന്ന് പറയട്ടെ. ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്നെല്ലാവരും കേട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ, ശ്രദ്ധിച്ചു കേട്ടോ, ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലംപറ്റി. ഉന്നതി പ്രാപിക്കാതെ താഴെ പോയി. അപ്പം നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഒരാൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാനും സ്വീകരിക്കാനും തുടങ്ങിയാൽ അവൻ്റെ ജീവിതം ഉന്നതി പ്രാപിക്കും. നേരെ ഓപ്പോസിറ്റ്, ദൈവവചനം കേൾക്കാതെ പ്രാർത്ഥിക്കാതെ ഇഷ്ടമുള്ളവരൊക്കെ നടന്നാൽ ഉന്നതി പ്രാപിക്കത്തില്ല. ഉന്നതി പ്രാപിക്കാതെ നിലംപറ്റും, താഴെ പോവും, താഴെ വീഴും. പലരുടെ അനുഭവമാണ്. എന്നാൽ ജോൺ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ വചനം ഇങ്ങനെ ചേർത്ത് വയ്ക്കുകയാണ്. ഒരാൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ, ആ വചനം വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ വരുന്നത് തകർച്ചയല്ല, ഉള്ളതെല്ലാം കയ്യിൽ നിന്ന് പോകും എന്നല്ല പറയുന്നത്. ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വചനം കേൾക്കുമ്പോൾ നിൻ്റെ കയ്യിലുള്ളതെല്ലാം പോയി നിൻ്റെ ജീവിതം തകർന്നു പോകുന്നല്ല, ഉന്നതി പ്രാപിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് ജോണിൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. അതിൽ നിന്ന് കയറി വന്ന, പടിപടിയായി കയറി വന്നുകൊണ്ടിരിക്കുന്ന അനുഭവം ആ പാട്ട് പാടുന്ന ഈ മനുഷ്യനുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവസന്നദ്ധിയിൽ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, നമ്മളുടെ ഈ ഉടുപ്പ്, ഷർട്ട്, പാൻസ് ഇതൊക്കെ അങ്ങ് വല്ലാണ്ട് കീറിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ തയ്യൽക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി അതിനെ തയ്ക്കാൻ കൊടുക്കും. ഇത് കീറിപ്പോയി, ഇതൊന്ന് തയ്ച്ചു തരാമോ എന്ന് ചോദിക്കും. നമ്മുടെ ഉടുപ്പ്, നമ്മുടെ വസ്ത്രം, പാൻസൊക്കെ കീറിക്കഴിയുമ്പോൾ നമ്മൾ തയ്യൽക്കാരൻ്റെ അടുത്ത് പോകും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയെന്നിരിക്കട്ടെ, നമ്മളവിടെ നോക്കും, ഈ ചെരുപ്പ് തുന്നുന്ന ആൾക്കാരെവിടാ ഉള്ളത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാരോട് ചോദിക്കൂ, ചെരുപ്പ് തുന്നുന്ന ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ ചെരുപ്പ് അതിൻ്റെ വള്ളി പൊട്ടിപ്പോയപ്പോൾ നമ്മൾ അന്വേഷിച്ചത് ചെരുപ്പ് തുന്നുന്ന ആളെയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന കാറ്, ജീപ്പ്, മോട്ടോർ സൈക്കിൾ അത് കേടായാൽ നിങ്ങൾ അന്വേഷിക്കും, എവിടെയാ നല്ലൊരു മെക്കാനിക്ക്, വണ്ടി നന്നാക്കുന്ന ആളെവിടെയാണ് ഉള്ളത്? ഇതിൻ്റെ ബാറ്ററി ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഈ വണ്ടിക്കൊരു കേടുണ്ട്, മെക്കാനിക്ക് ഇവിടെ നല്ല കൊള്ളാവുന്ന മെക്കാനിക്ക് ആരാ ഉള്ളത്? നമ്മൾ നമ്മുടെ വണ്ടി, നമ്മുടെ കാറ്, നമ്മുടെ ജീപ്പ് നമ്മൾ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെയെങ്കിൽ ജീവിതം കീറിയാൽ, ജീവിതത്തിൻ്റെ തുന്നൽ വിട്ടുപോയാൽ, ജീവിതം കേടായാൽ, ദൈവനിയോഗമുള്ള സ്ഥലത്ത് ആ ജീവിതത്തെ കൊണ്ടുവരണം. തയ്യക്കാരൻ കീറിയ വസ്ത്രം മെഷീനെ വെച്ച് തുന്നി ഒരു പരിധി വരെ ക്ലിയർ ചെയ്തു തരും. ചെരുപ്പ് നന്നാക്കുകാരൻ ചെരുപ്പ് തുന്നുന്നവൻ്റെ അടുത്ത് ചെരുപ്പ് ഊരിക്കൊടുത്ത് നമ്മൾ 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ തട്ടി പുള്ളി ഒരു വലിയ സൂചി ഉപയോഗിച്ച് അത് തുന്നി നമ്മുടെ കയ്യിലോട്ട് തരും. നമ്മുടെ കേടായ വണ്ടി മെക്കാനിക്കിനടുത്ത് കൊണ്ടുചെല്ലുമ്പോൾ അവർ പറയും, ഇന്ന് കിട്ടിയല്ല കേട്ടോ, നാളെ വൈകുന്നേരം ആവും, നല്ല തിരക്കുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മുടെ വണ്ടി, ജീവിതവും ഇങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. ജീവിതം കീറിയവരുണ്ട്, സ്വപ്നങ്ങൾ തുന്നുവിട്ടുപോയവരുണ്ട്, ജീവിതം കേടായവരുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടു, സ്വസ്ഥതയില്ല. എന്നാ ചെയ്യണം ഈ ജീവിതം കൊണ്ട്? ആ ജീവിതം കൊണ്ട് ദൈവനിയോഗമുള്ള സ്ഥലത്ത്, പ്രാർത്ഥനയുള്ള മനുഷ്യൻ്റെ അടുത്ത്, ദൈവം നിർത്തിയവരുടെ അടുത്ത് നമ്മൾ ചെന്ന് ആ വ്യക്തിയുടെ ഒരു പ്രാർത്ഥന കിട്ടുമ്പം
ആ വ്യക്തിയിൽ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാനാകണമെന്ന് നിർബന്ധമില്ല, ആരുമാകാം അവരിലൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ തുടങ്ങും. അതാണ് സത്യത്തിൽ ഇവിടെ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു അനുഗ്രഹത്തിന് നിമിത്തമായിട്ട് മാറും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ നമ്മുടെ ഈ ലോകം എന്നോടൊരാൾ സംസാര ഭാഷയിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഞാനിങ്ങനെ നിങ്ങളോട് പറയുക. നമ്മുടെ ഈ ലോകം, ഇന്നത്തെ സാഹചര്യമൊക്കെ ഭയങ്കര അപകടങ്ങളുള്ളതാണ്, അസ്വസ്ഥതയുള്ളതാണ്, ചതിയുള്ളതാണ്, വഞ്ചനയുള്ളതാണ്. പല മനുഷ്യരെയും നമുക്ക് പിടികിട്ടത്തില്ല. പലതരം സ്നേഹങ്ങൾ ഈ ലോകത്തുണ്ട്. കള്ളമുള്ള സ്നേഹമുണ്ട്, ചതിയുള്ള സ്നേഹമുണ്ട്, സത്യമുള്ള സ്നേഹമുണ്ട്. ഇതിലേതായി സ്നേഹമെന്ന് ചിലപ്പോൾ പിടികിട്ടില്ല. കൂടെ നിന്ന് ചതിക്കാനാണോ പുള്ളിയുടെ പ്ലാൻ എന്ന് നമുക്ക് എത്ര വർഷം നടന്നാലും ചിലപ്പോൾ പിടികിട്ടത്തില്ല. ഒരു പ്രത്യേക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രാർത്ഥന ആയുധമാക്കിയ ഒരു സമൂഹമാണ് നമ്മുടേത്. പ്രാർത്ഥന ആയുധമാക്കിയത്. പ്രാർത്ഥന ഒരു പൂവിൽ നിന്ന് സുഗന്ധം പരക്കുന്നത് പോലെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും ദേശങ്ങളിലേക്കും ദൈവവചനത്തിൻ്റെ സുഗന്ധം ഇന്ന് സൗഖ്യമായും നന്മയായും ആനന്ദമായും പരന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. ഇതൊരനുഗ്രഹമാണ്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. മക്കളൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി എന്നാഗ്രഹിക്കുന്നവരാണ് പലരും. ഒരാൾ പറയുവാണേ, പറഞ്ഞത് കേട്ടതാണ്, 1000 ചുംബനങ്ങൾ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ട് മിനിമം. അത്രയൊന്നുമല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം എത്ര ചുംബനങ്ങളാണ്, എത്ര ഉമ്മകളാണ് കൊടുത്തത്. പക്ഷേ അവർ വളർന്നു വലുതായി വലിയ ആളായി 1000 ഉമ്മകൾ തന്ന, സ്നേഹം തന്ന, ചുംബനം തന്ന മാതാപിതാക്കൾക്ക് വളർന്നു വലുതായ മക്കൾക്ക് ഒരു ചുംബനം കൊടുക്കാൻ പോലും സമയമില്ല. അവർക്കതിനു പോലും മടിയാണ്. മാതാപിതാക്കളെന്ന നിലയിൽ മക്കളുടെ മലമൂത്രങ്ങൾ എത്രയോ 1000 വട്ടം കൈകൊണ്ട് കോരിയിട്ടുണ്ട്. എന്നാൽ മക്കൾ വലുതാകുമ്പോൾ മാതാപിതാക്കളുടെ മലമൂത്രങ്ങൾ ഒരു പ്രാവശ്യം പോലും കൈകൊണ്ട് തൊടാൻ അറപ്പാണ്. മാറിപ്പോവും. അതിന് വല്ല പണിക്കാരെ വെക്കാം, ജോലിക്കാരെ വെക്കാം എന്ന് പറയും. 1000 വട്ടത്തിലധികം ചോറ് വാരി തന്നിട്ടുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക്. ചോറ് വാരി നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഒക്കെ പല വർത്താനങ്ങൾ പറഞ്ഞും കുഞ്ഞുങ്ങളുടെ വായിൽ ചോറ് വാരി കൊടുത്തിട്ടുണ്ട്. അവർ വളർന്നു വലുതായി ഇപ്പോൾ ആ മാതാപിതാക്കൾക്ക് ഒരു പിടി ചോറ് വാരി കൊടുക്കാൻ പോലും നേരമില്ല, ഇഷ്ടമില്ല. വേണേ കഴിച്ചിട്ട് പോകും, വേണേ കഴിച്ചോളും. അങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. മാതാപിതാക്കൾ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാനുഗ്രഹമുള്ള, ദൈവഭയമുള്ള, മാതാപിതാക്കളോട് സ്നേഹമുള്ള, കടപ്പാടുള്ള ഒരു തലമുറയെ പ്രാർത്ഥനയിലും ആരാധനയിലും നമുക്ക് എഴുന്നേൽപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വേരുണങ്ങിയ ചെടി പോലെ ഉണങ്ങിപ്പോകും. ഹല്ലേലൂയ. നമ്മൾ വെറുതെയല്ല ഇത് പ്രാർത്ഥിക്കുന്നത്, വെറുതെയല്ല. പ്രാർത്ഥന നമ്മൾ ആയുധമായി എടുത്തത് ഒരു രസത്തിന് വേണ്ടിയല്ല, അതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളെ ദൈവം ഒരുമിച്ചിരുത്തിയതിൻ്റെ പിറകിൽ ഒരു ഉദ്ദേശമുണ്ട്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ആരാധനയും ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലും അതെല്ലാം ഒരനുഗ്രഹമാണ്. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു കിരീടം പോലെ ആക്കണമേ. ഞങ്ങളുടെ മക്കളാരും
നഷ്ടപ്പെട്ടു പോകല്ല്. ഞങ്ങളുടെ മക്കൾ തലമുറ ഒരനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറണം, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് മാറണം, പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് വരണം, ദൈവഭയമുള്ളവരാകണം, ദൈവത്തെ ആരാധിക്കുന്നവരാകണം. അതൊക്കെ ഒരു വ്യക്തിയുടെ വിജയം മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ വിജയമാണ്, ഒരു സമുദായത്തിൻ്റെയും വിജയമാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥന. കരമൊന്ന് ഹൃദയത്തോട് ചേർത്ത് വച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഇന്ന് പാട്ട് പാടിയപ്പോൾ ജോൺ പറഞ്ഞു, നിങ്ങൾ സ്വപ്നം കാണണമെന്ന്. സ്വപ്നം കാണണം. എന്ത് സ്വപ്നം? രക്ഷപ്പെടുന്നത്, ഞാൻ എൻ്റെ മക്കൾ നല്ല നല്ല സ്ഥലങ്ങളിൽ എത്തുന്നത്, അവരുടെ ജീവിതം മനോഹരമാകുന്നത്. വെറുതെ കണ്ടാൽ പോരാ, വിശ്വാസത്തിൽ മനസ്സിൽ അത് കാണണം. നമ്മൾ ഇന്ന് കാണുന്നത് നാളെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു അനുഗ്രഹമായി അത് വിരിഞ്ഞു വരും. ഒരനുഗ്രഹമായി, ഒരടയാളമായി വിരിഞ്ഞു വരും. എന്തിനായി സമയമില്ലാ സമയത്ത് ഇവിടെ വന്നത്? ഉടുപ്പ് കീറിയാൽ, ഷർട്ട് കീറിയാൽ, വസ്ത്രം കീറിയാൽ തയ്യക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് പോലെ, ചെരുപ്പിൻ്റെ തുന്നൽ വിട്ടു പോയാൽ അത് ചെരുപ്പ് തുന്നുന്നവൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ ചെരുപ്പിനെ തുന്നിക്കുന്നത് പോലെ, ഓടിക്കുന്ന വാഹനം കേടാകുമ്പോൾ അത് മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുന്നത് പോലെ, ദൈവമേ, ജീവിതം കേടാകുമ്പോൾ, ജീവിതത്തിൻ്റെ തുന്നൽ വിട്ടു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഞങ്ങൾ ദൈവ സന്നിധിയിലേക്ക്, ദൈവ നിയോഗമുള്ള സ്ഥലത്തേക്ക്, ദൈവ നിയോഗമുള്ള മനുഷ്യന്റെ അടുത്തേക്ക്, ദൈവ നിയോഗമുള്ള ഇടങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതമാണ്. അതിനെ തുന്നിച്ചേർക്കണമേ, ആ കേടിനെ പരിഹരിക്കണമേ, ആ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ. അങ്ങനെ ബഹുദൂരം മുന്നോട്ട് പോകാൻ, എങ്ങനെയാണെന്നറിയാമോ? ബഹുദൂരം മുന്നോട്ട് പോകാൻ എൻ്റെ കാലുകൾക്ക്, എൻ്റെ ജീവിതങ്ങൾക്ക് ശക്തിയും ബലവും തരണേന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് മറന്നു പോകാൻ പറ്റാത്തൊരു അനുഭവം തരണേന്ന് പ്രാർത്ഥിച്ച്, മറക്കാത്ത ഒരു അനുഭവം. എങ്ങനെയാണെന്നറിയാമോ? നാളെ ഒരു സമയത്ത് തിരിഞ്ഞു നോക്കി നമുക്കിങ്ങനെ പറയാൻ പറ്റണം, ഇതെനിക്ക് ദൈവം ചെയ്ത് തന്നതാണ്, ഇത് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതാണെന്ന്. ഈ വീട്, ഈ ജോലി, ഈ ജീവിതം, എല്ലാം ദൈവം എനിക്ക് തന്നതാണെന്ന് ആരോടെങ്കിലുമൊക്കെ പറയാൻ കഴിയുന്ന വിധത്തിൽ ഒരനുഭവം തരണേന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ട്, ഇന്നുവരെ വചനം കേട്ടിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ. അവർക്ക് അനുഭവം ഉണ്ടായി, ഇവർക്ക് അനുഭവം ഉണ്ടായി, എനിക്ക് സത്യം പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായില്ലല്ലോ. കർത്താവേ, അനുഭവം ഉണ്ടായില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുവാണോ? ഇന്ന് എനിക്കൊരു അനുഭവം തരണമെന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കീറിപ്പോയ ജീവിതത്തെ ഒന്ന് തുന്നിച്ചേരണമെന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ വിട്ടുപോയ പല കാര്യങ്ങളെ ഒന്ന് ചേർത്ത് തരണമെന്ന് പ്രാർത്ഥിച്ച്, കേടായി പോയ എൻ്റെ ജീവനെ, കേടായി പോയ എൻ്റെ ജീവിതത്തെ, കേടായി പോയ എൻ്റെ കുടുംബ ജീവിതത്തെ ഒന്ന് നന്നാക്കണേന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് നല്ലതാക്കണേന്ന് പ്രാർത്ഥിച്ച്. നല്ലതൊക്കെ സംഭവിക്കുന്ന സമയമായത്. നല്ലതൊക്കെ, പ്രിയപ്പെട്ടവരെ, ഇന്നലെ പറഞ്ഞൊരു കാര്യം പ്രാർത്ഥിച്ചു പറയാം. ആകാശത്തേക്ക് നോക്കിയിട്ട് കർഷകൻ പറയും, കാലാവസ്ഥ നിരീക്ഷിക്കുന്നവർ പറയും, ഇന്ന് 3 മണിക്ക് മഴ പെയ്യും കേട്ടോ എന്ന്. ഇന്നൊരു മഴ ഉറപ്പാണ്. ആകാശത്തേക്ക് നോക്കിയിട്ട് മഴ പെയ്യുമെന്ന് പറയാൻ അറിയാമെങ്കിൽ, ഇന്ന് ഈ പ്രാർത്ഥന കാണുമ്പോൾ, ഈ കൂട്ടായ്മ കാണുമ്പോൾ, ഈ ആരാധന കാണുമ്പോൾ, ആത്മാവിൽ വിശ്വാസത്തിൽ നിന്നോട് എനിക്ക് പറയാൻ പറ്റും, മഴ പോലെ ചില അനുഗ്രഹങ്ങളെ ദൈവം ഇവിടെ പെയ്ച്ചിരിക്കും. മഴ പോലെയുള്ള ചില നന്മകളെ ദൈവം ഇവിടെ പൊഴിച്ചിരിക്കും. ചില നന്മകൾ ജീവിതത്തിൽ വന്ന് വീണിരിക്കും. അത് ചില വിത്തുകൾ പൊട്ടി മുളയ്ക്കാൻ കാരണമാകും. ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ മുമ്പിലുള്ള നന്മയെ മൂടി വച്ചിരിക്കുന്ന ഇരുട്ടിനെ വകച്ചു മാറ്റി ചില നന്മകൾ കണ്ട് ആനന്ദിക്കാൻ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ച്, ബഹുദൂരം മുന്നോട്ടു പോകാൻ ചേർന്ന് പാടിക്കേ. ബലം നൽകി നീ നടത്തി, ശബ്ദമുയർത്തി പാടിയത്, ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ
ആശ്വാസം. തളർന്നോരോ നേരത്തിലെല്ലാം പറഞ്ഞേ തവകരങ്ങൾ, പറഞ്ഞേ ആശ്വാസം, സമാധാനം, സ്വസ്ഥത. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഇതൊരു നല്ല ദൈവീകമായൊരു അന്തരീക്ഷത്തിലാണ് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത്. ദൈവവചനം കേൾക്കുമ്പോൾ ഉന്നതി പ്രാപിക്കാൻ തുടങ്ങും. കുറച്ച് മുമ്പ് ഇവിടെ നിൽക്കുമ്പോഴേ, കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പേ, നാളെ ജർമ്മനിക്ക് പോവുക. ജർമ്മനിയിൽ പോയി തിരിച്ചു വന്നതാ കുറച്ച് ദിവസത്തെ അവധിക്ക്. എന്നാലും നാളെ പോവുക, എന്നാലും ഓടി വന്നിരിക്കുക ആ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് ഒരു പ്രാർത്ഥന സ്വീകരിച്ച് പോകാൻ. അവർക്കറിയാം അവരെ ബഹുദൂരം മുന്നോട്ട് നയിച്ചത് ഒരനുഗ്രഹമാണ്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരിങ്ങനെ പാസ്പോർട്ടൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചും മുറുക്കെ പിടിച്ചും ഇറുക്കി പിടിച്ചും ഒക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നോക്കി പറയാം, ബഹുദൂരം മുന്നോട്ട് പോകും. പുതിയ വഴികളെ ദൈവം തുറക്കും. ഹല്ലേലൂയ. അതൊക്കെ ഇവിടെ ഒരു സാക്ഷ്യമായിട്ട് വരും. ഞാൻ ഒരു ദൈവവചനം വായിച്ച് നിങ്ങളോട് പ്രസംഗിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-3 വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. 6-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. കേട്ടില്ല. ദൈവം കൽപ്പിച്ചതുപോലെ, ദൈവം പറഞ്ഞതുപോലെ. അപ്പൊ നോഹ എന്നതാ സത്യത്തിൽ കേട്ടത്? ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വാക്ക്. ആര് കേട്ടു? നോഹ കേട്ടത് ദൈവത്തിൻ്റെ വാക്ക്. അതാ എഴുതിയിട്ടുള്ളത്. നോഹ ദൈവം കൽപ്പിച്ചത് തന്നെ പ്രവർത്തിച്ചു. അപ്പൊ കേട്ടത് എന്നതാ? ദൈവത്തിൻ്റെ വാക്ക്. 7-ാം അധ്യായം 5-ാമത്തെ വാക്യമോ ഇതേ വാക്യം വീണ്ടും എഴുതിയിട്ടുണ്ട്. കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ. ദൈവത്തിൻ്റെ വാക്കു കേട്ട ആളുടെ പേരാണ് നോഹ. ആ നോഹയുടെ ജീവിതത്തെക്കുറിച്ച് 8-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ച്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട നോഹയെക്കുറിച്ച് എഴുതിയിരിക്കുവാണ്. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. അവസാനത്തെ വാക്ക് ഓർത്തു. ദൈവം ഓർത്തു. ആരെ ഓർത്തേ? ദൈവത്തിൻ്റെ വാക്കു കേൾക്കുന്നവരെ ദൈവം മറക്കത്തില്ല. ദൈവം മറക്കില്ല. ഇപ്പം ഞാനൊരു സാക്ഷ്യം പറയട്ടെ. ഞാനിപ്പോൾ 2-3 വർഷമായി എല്ലാ ദിവസവും വചനം പറയുന്നു. ഒരേ വചനം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക 365 ദിവസവും. ഒരു വർഷത്തിൽ ഒരു ദിവസം പോലും ഇന്ന് വരെ മുടങ്ങിയില്ല. എനിക്കങ്ങനെ ഒരു ആരോഗ്യം പോലും ഉണ്ടായിരുന്ന ആളല്ല. ഇന്നലെ വന്നവരോട് ഞാനത് കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞു. എനിക്ക് മറ്റാരോഗ്യ പ്രശ്നമൊന്നും അല്ലെങ്കിലും എനിക്ക് തണുപ്പ് പറ്റത്തില്ലാത്ത ഒരാളായിരുന്നു. എനിക്ക് ടോൺസലിൻ്റെ വലിയ പ്രശ്നമുണ്ടായിരുന്നു. ധ്യാനത്തിനൊക്കെ പോകുമ്പം ഇവിടെ ഒരു കാലാവസ്ഥ, ചുരമിറങ്ങി താഴെ വേറൊരു കാലാവസ്ഥ. അവിടെ വെള്ളത്തിൽ കുളിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പം ഉടനെ തൊണ്ടവേദന വരും. തൊണ്ടവേദന വന്നാൽ അന്നേരം തന്നെ 2 വശത്ത് നീര് പോലെ വന്ന് ഒരല്പം പോലും തുപ്പലർ പോലും ഇറക്കാൻ പറ്റാതെ എനിക്കൊരു എങ്ങനെ പോയാലും ഒരു 3-4 ദിവസത്തേക്ക് വലിയ പാടാണ്. എത്ര രാത്രികളിൽ തുപ്പൽ പോലും ഇറക്കാൻ പറ്റാതെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കും വേദന കൊണ്ട്. 1-2 ദിവസം ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പം മിക്ക ദിവസം ഒരു ധ്യാനം കഴിഞ്ഞാൽ ശബ്ദം പോവും. ഞാൻ ഈ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി ഇത്രയും നാളുകളായി ഒരു ദിവസം പോലും അങ്ങനെ ഒരു പ്രശ്നം വന്ന് ഈ ശുശ്രൂഷ ഇന്നുവരെ മുടങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ഓർത്തോ, ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്നവരെയും അത് സ്വീകരിക്കുന്നവരെയും അനുസരിക്കുന്നവരെയും
സർവശക്തനായ ദൈവം ഓർക്കും. ആമേൻ. നമ്മളെത്ര പേരാ മറന്നുപോയേ? എത്ര മനുഷ്യർ നമ്മളെ നേരിട്ട് കണ്ടിട്ടും നമ്മളെ പരിചയം പോലും കാണിക്കാതെ മാറിപ്പോയ ആൾക്കാരില്ലേ? നമ്മളവിടെ നിൽക്കുന്നത് അവർ കാറേ പോയപ്പോൾ കണ്ടതാ, പക്ഷെ അവർ നമ്മളെ മൈൻഡ് ചെയ്തില്ല. നമ്മളെ പള്ളിയിൽ വെച്ച് കണ്ടു, പള്ളിപ്പെരുന്നാളിൽ കണ്ടു, നമ്മളെ പലരും മറന്നു. പക്ഷെ വചനം കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിന്നെ, പ്രാർത്ഥിക്കുന്ന എന്നെ, ഈ വചനം കേൾക്കുന്ന എന്നെ മനുഷ്യർ മറന്നാലും ദൈവം എന്നെയോ എൻ്റെ അവസ്ഥയെയോ മറക്കില്ല. ആമേൻ. ദൈവം ഓർക്കും. അവിടെ ഒരു വാക്കുണ്ട്, ദൈവം ഓർത്തു. ആരെയൊക്കെ ഓർത്തു? നോഹയെയും ആ പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവനുള്ളതിനെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. ഇനി 4-ാമത്തെ വാക്യം, ദൈവവചനം കേട്ട, ദൈവവചനം അനുസരിച്ച നോഹയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. 4-ാമത്തെ വാക്യം, 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറത്ത് പർവ്വത്തിൽ ഉറച്ചു. ഒരു നല്ല സ്ഥലത്ത് ഉറച്ചു. അവിടെ ഉറച്ചു, പൊട്ടിപ്പോയില്ല, ഉലഞ്ഞ് തകർന്ന് തരിപ്പണമായില്ല, പലകയും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയെന്നല്ല, ദൈവം അതിനെ ഉറപ്പിച്ചു. അപ്പോൾ ഒരു കാര്യം എല്ലാവരും കേട്ടെ, മനസ്സിലാക്കിക്കേ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതം എവിടെയും തകർന്നു പോകുന്നു, വാടിപ്പോകുന്നു, എവിടെ എത്താതെ പോകുന്നു ഒന്നും വിചാരിക്കേണ്ട. എത്തേണ്ട സ്ഥലത്ത് എത്തിച്ച് പെട്ടകത്തെ പോലെ ഒരു നല്ല സ്ഥലത്ത് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് നിങ്ങളെ, നിങ്ങളുടെ ഭാവിയെ പറഞ്ഞ് ഉറപ്പിക്കും. ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാത്ത വിധത്തിൽ, വീണു പോകാത്ത വിധത്തിൽ. ചിലപ്പോൾ നല്ലൊരു ബിസിനസ് തന്നായിരിക്കും, ചിലപ്പോൾ നല്ലൊരു രാജ്യത്തേക്ക് വിസ ഒരുക്കി തന്നായിരിക്കും, ചിലപ്പോൾ നല്ലൊരു പറമ്പൊക്കെ മേടിച്ചൊരു വീടൊക്കെ പണിതായിരിക്കും, നല്ല വിദ്യാഭ്യാസം തന്നായിരിക്കും, നല്ല കുടുംബജീവിതം തന്നായിരിക്കും, നല്ലൊരു തലമുറകളെ തന്നായിരിക്കും. ദൈവം പലരെയും ഉറപ്പിക്കുന്നത് പല വിധത്തിലാണ്. എനിക്ക് നല്ല ശുശ്രൂഷ തന്നാ ഉറപ്പിച്ചത്, പാട്ടുപാടുന്ന ആൾക്ക് നല്ലൊരു ശുശ്രൂഷ, പാട്ടുപാടാനുള്ള കൃപ തന്ന ഒരു ശുശ്രൂഷയിൽ ഉറപ്പിച്ചത്. ഓരോ മനുഷ്യരെയും, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം എവിടെയും തകർന്നു പോകുന്ന വിധത്തിൽ, എവിടെയെങ്കിലും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ എവിടെയെങ്കിലും കൊണ്ട് വെക്കത്തില്ല. വീണു പോകാത്ത വിധത്തിൽ നല്ലൊരു സ്ഥലത്ത് ദൈവം അവരെ ഉറപ്പിക്കും. ഹല്ലേലൂയ. ഇത് പറയാൻ വേണ്ടിയല്ല, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് വായിക്കുന്ന വാക്യം വായിക്കുവാണ്. 8-ാമത്തെ വാക്യം ഒരു ശ്രദ്ധിച്ചോ, നല്ലൊരു വാക്യമാണ്, നല്ലൊരു അനുഗ്രഹമുള്ള വാക്യമാണ്. വായിച്ചിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. 8-ാം അധ്യായം 8 മുതലുള്ള വാക്യം, ഭൂമിയിൽ നിന്ന് വെള്ളമിറങ്ങിയോ എന്നറിയാൻ. ഈ നോഹ ഇപ്പൊ ഇരിക്കുന്ന എവിടെയാ? പെട്ടകത്തിലിരിക്കുക. വെള്ളം ഇറങ്ങിയോ ഇല്ലയോ എന്നറിയാൻ അവനൊരു പ്രാവിനെയും വിട്ടു. ഒരു പ്രാവിനെ ആ പെട്ടകത്തിൽ നിന്ന് പറത്തി വിട്ടു. പക്ഷേ കാലുകുത്താൻ ഇടം കാണാതെ, കാലുകുത്താൻ ഒരു സ്ഥലമില്ലാത്തോണ്ട് ആ പോയ പ്രാവ് അതേപോലെ തിരിച്ചു വന്നു. ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു. അപ്പൊ കാലുകുത്താൻ ഇടവില്ലാതെ ആ പ്രാവ് തിരിച്ചു വന്നു. ഇനി എത്ര ദിവസം കഴിഞ്ഞപ്പോൾ? 10-ാമത്തെ വചനം, 7 ദിവസം കൂടി കാത്തിട്ട്, 7 ദിവസം കഴിഞ്ഞപ്പോൾ, ശ്രദ്ധിക്കണേ, പ്രാർത്ഥിച്ച ദിവസങ്ങൾ കഴിയുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ അടയാളം കാണും കേട്ടോ. വാക്യം വായിക്കുവാണ്, 7 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തേക്ക്. 7 ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രാവിനെ വീണ്ടും പറത്തിവിട്ടു. വൈകുന്നേരമായപ്പോൾ, അത് ശ്രദ്ധിക്കണം, 11-ാമത്തെ വാക്യം, വൈകുന്നേരം 7-ാം ദിവസം വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. കൊത്തിയെടുത്ത ഒരൊലിവില അതിന്റെ ചുണ്ടിലുണ്ടായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കൊത്തിയെടുത്ത ഒരൊലിവില പോലെ അതിന് മറുപടി വന്നിരിക്കും. 7 ദിവസം കഴിഞ്ഞപ്പോൾ കാണുവാണ്, കൊത്തിയെടുത്ത ഒരൊലിവിലയുമായി ആ പ്രാവ് പറന്നു വന്നു. അപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി വെള്ളമിറങ്ങിയെന്നും
നോഹയ്ക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെല്ലാവരും ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ച ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടെന്ന് മനസ്സിലാകത്തക്ക വിധം ഒരു അനുഗ്രഹത്തെ ദൈവം ഒരുക്കുമെന്ന് വിശ്വസിക്കാമോ? 7 ദിവസം നോഹ എന്നെ അടുത്തു. 7 ദിവസം ആ മനുഷ്യൻ മിക്കവാറും പ്രാർത്ഥിച്ചു കാണും. 7 ദിവസം ദൈവത്തിൽ കൂടുതലായി ആശ്രയിച്ചു കാണും. 7-ാം ദിവസം വൈകുന്നേരം കണ്ടത് പ്രാവ് തിരിച്ചു വന്നു എന്നല്ല, അതിൻ്റെ ചുണ്ടിൽ ഒരു ഒലിവിലയുമായിട്ടാണ് വന്നേ. പ്രാവ് ഒരിക്കലും ഒലിവിലയൊന്നും കൊത്തത്തില്ല. പ്രാവ് ഗോതമ്പും അരിമണിയൊക്കെയാണ് തിന്നുന്നത്. ഒരിക്കലും പ്രാവ് ഒരു ഇലയും കൊത്തിക്കൊണ്ട് അതൊരു അടയാളമാണ്. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന നിങ്ങളും കാണും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വരുന്ന ചില ഒലിവിലകളെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ പാസ്പോർട്ട് കയ്യിൽ പിടിച്ച് സ്ഥലത്തിൻ്റെ പ്രമാണം എടുത്ത് പിടിച്ച് മണ്ണ് കൊണ്ടുവന്ന ചില നിയോഗങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളും കാണും മറുപടിയുമായി ഒരാൾ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ 7 ദിവസം കഴിഞ്ഞപ്പോൾ കാണുന്നത് പ്രാവ് തിരിച്ചു വന്നു എന്നല്ല, ആ പ്രാവിൻ്റെ ചുണ്ടിൽ ഒരു ഒലിവില ഇരിക്കുന്നു. നോഹയ്ക്ക് പിടികിട്ടി, വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുവെന്ന് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ, ചില നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരും പറയാതെ തന്നെ പിടികിട്ടും ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടല്ലോ. ദൈവം ഇടപെട്ടതിന്റെ അടയാളമായി ചില ഒലിവിലകൾ കാണാൻ നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളതായി തീരട്ടെ. നിങ്ങളുടെ കണ്ണുകൾക്ക് അതിൻ്റെ ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം തരുന്ന ചില അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ഒലിവില പോലെ കാണാൻ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം അങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് ഇതുപോലെ ചില അടയാളങ്ങൾ ഇന്നുണ്ടാകാൻ പ്രാർത്ഥിച്ച് മുമ്പിൽ ഇരിക്കുന്നവർ തുടങ്ങി പുറകിലിരിക്കുന്നവർ തുടങ്ങി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ചില അടയാളങ്ങൾ ദൈവം കാണിച്ചില്ലേ? ആ പ്രാവിൻ്റെ ചുണ്ടിൽ നോഹ ഇങ്ങനെ നോക്കി, പ്രാവ് വരുന്നുണ്ടോ നോക്കിയപ്പോൾ പ്രാവ് വരുന്നുണ്ട്. പക്ഷേ കൊത്തിയെടുത്ത ഒരു ഒലിവിലയുമായി അത് വന്നു കയറി. അപ്പോൾ നോഹയ്ക്ക് പിടികിട്ടി, വെള്ളം ഇറങ്ങി ചില മാറ്റങ്ങൾ സംഭവിച്ചോണ്ടായിരിക്കുന്നെന്ന് പിടികിട്ടി. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ, ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാർ, ഭാര്യ, ഭർത്താവ്, മക്കൾ, നിങ്ങൾ ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ദൈവം ഇടപെട്ടതിൻ്റെ ചില ഒലിവിലകൾ കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ. ആ രോഗം സൗഖ്യമായതിൻ്റെ ചില അടയാളങ്ങൾ, ആ പ്രതിസന്ധികൾ മാറിയതിൻ്റെ ചില അടയാളങ്ങൾ, ആ ഒരു ശാപം മാറിയതിൻ്റെ അടയാളം, ആ തടസ്സം മാറിയതിൻ്റെ അടയാളം, ആ ഇരുട്ട് മാറിയതിൻ്റെ അടയാളം, ആ ബന്ധനം അഴിഞ്ഞതിൻ്റെ അടയാളം നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ആ ഒരു ഇരുന്നുകൊണ്ട് തന്നെ 2 കരങ്ങളും ഒന്ന് ഉയർത്തി പിടിക്കാമോ? പറ്റുന്നത് പോലെ, ഒക്കുന്നത് പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നോഹ, ഈ അടയാളം കണ്ട നോഹ ആരാന്നറിയാമോ? ദൈവത്തിന്റെ വാക്ക് കേട്ടയാളാണ്, ദൈവത്തിന്റെ വചനം കേട്ടയാളാണ്. വചനം കേൾക്കുന്ന നിങ്ങൾ നിശ്ചിത ദിവസം കഴിയുമ്പോൾ കാണുന്നത് തകർച്ചയായിരിക്കുകയില്ല. നിശ്ചിത ദിവസം കഴിയുമ്പോൾ കാണുന്നത് തകർന്ന് തരിപ്പണമായതല്ല. നിശ്ചിത ദിവസം കഴിയുമ്പോൾ കാണുന്നത് അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചതുപോലെ ചില നന്മകൾ തന്ന്, ഐശ്വര്യം തന്ന്, വിജയം തന്ന്, ഉയർച്ച തന്ന് ഉറപ്പിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇനി അത് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കേട്ടെ, ഒരു പ്രാവിനെ പറത്തി വിട്ടു, അത് അതേപോലെ തിരിച്ചു വന്നു. വീണ്ടും 7 ദിവസം കഴിഞ്ഞപ്പോൾ അതേ പ്രാവിനെ തിരിച്ചു വിട്ടപ്പോൾ ആ പ്രാവ് വരുന്നത് ഒരു ഗോതമ്പ് അരിമണി കൊത്തിപ്പിടിച്ചോണ്ടല്ല, ഒരു ഒലിവില കൊത്തിയെടുത്തോണ്ട്. നോഹ പറഞ്ഞു, ഇത് ദൈവം എനിക്ക് തന്ന അടയാളമാണ്, വെള്ളം ഇറങ്ങിയതിന്റെ അടയാളം. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ മാറിയതിന്റെ അടയാളം, ചില പ്രതിസന്ധികൾ മാറിയതിന്റെ അടയാളം, ചില തകർച്ചകൾ മാറിയതിന്റെ അടയാളം, ചില വഴക്കുകൾ മാറിയതിന്റെ അടയാളം, ചില രോഗം സൗഖ്യമായതിന്റെ മാറിയതിന്റെ അടയാളം, ചില വ്യക്തികൾ മാറിയതിന്റെ അടയാളം, ചില കാര്യങ്ങൾ ജീവിതത്തിൽ മാറിപ്പോയതിന്റെ അടയാളം കാണാൻ പറ്റട്ടെ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയതിന്റെ മാറ്റം വരും. ചില കാര്യങ്ങൾ മാറും. വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്ക് പിടികിട്ടി.
പിടി കിട്ടുന്ന വിധത്തിൽ ഒരു അടയാളം ഉണ്ടായി. നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ, അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ, തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ഒരടയാളം എനിക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി ചേർന്ന് പാടുമോ? എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ വാതിലുകൾ, ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് പിന്നെയോ എല്ലാം സമൃദ്ധിയായി നൽകുന്ന എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ. പറഞ്ഞേ ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു അടയാളം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ ഒരടയാളം കുറച്ച് ദിവസം കഴിയുമ്പം, കുറച്ച് നാളുകൾ കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ എഴുതിയിട്ടുള്ളത്, വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ അങ്ങന്ന് വന്നതാ, ഇത്ര ദൂരത്തുനിന്നാണ് ഞങ്ങൾ വന്നത്, ഉറങ്ങിയിട്ടില്ല, വീട്ടിൽ തിരക്കുണ്ടായിരുന്നു. ദൈവം ഇടപെട്ടത് നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് മനസ്സിലായിട്ടുണ്ട് പല കാര്യത്തിലും ദൈവം ഇടപെട്ടത്. ഇന്നൊരു സാക്ഷ്യം പറയും. ഒരു സഹോദരി, എൻ്റെ ഓർമ്മയിൽ കോതമംഗലത്തു നിന്ന് വരുന്നയാളാണ്. എൻ്റെ പറഞ്ഞ ആ സ്ഥലം കറക്റ്റാണെങ്കിൽ ഇന്ന് സാക്ഷ്യം പറയും. ഇന്നലെ പറയാൻ വന്നപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് നാളെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചിരുന്നു. ആ സഹോദരി പറഞ്ഞത് അവരുടെ മകൻ ഭയങ്കരമായൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ഭാഗമൊക്കെ തുറന്ന് ഒരു മേജർ ഓപ്പറേഷൻ വേണം. അതൊരു ഭയങ്കര ഭയമുള്ളൊരു കാര്യമാണ്. മേജർ ഓപ്പറേഷനാണ്, മണിക്കൂറുകൾ നീളുന്ന ഓപ്പറേഷനാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ. അപ്പോൾ അവരിങ്ങനെ ഈ ദിവസം വചനം കേൾക്കാൻ തുടങ്ങി. ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞ 7-മത്തെയോ 8-മത്തെയോ ദിവസം, എനിക്കത് വ്യക്തമല്ല, ഈ 7-ഓ 8-ഓ ദിവസമാണ്. ഓപ്പറേഷനായി ഒരുങ്ങുമ്പോൾ ആ ഡോക്ടർ വീണ്ടും ചെക്കപ്പ് നടത്തുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, തൽക്കാലം ഓപ്പറേഷനൊന്നും വേണ്ട, ഒരു ഹീലിംഗ് നടക്കുന്നുണ്ടെന്ന്. മേജർ ഓപ്പറേഷൻ. അമ്മ വന്നിട്ടുണ്ട് ഇവിടെ. ആ അമ്മയോട് സാക്ഷ്യം പറയും. അമ്മ ഇവിടെ ഉണ്ടോ? അമ്മ ഇവിടെ ഉണ്ടോ? കൈവെക്കുമോ? ആ അമ്മയുണ്ടോ? ഞാൻ ഈ പറഞ്ഞ സാക്ഷ്യമുള്ള അമ്മ. എന്തായാലും ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. താഴെ ആയിരിക്കാം, ഇവിടെ ആയിരിക്കാം, എനിക്കറിയത്തില്ല. എന്തായാലും പറഞ്ഞത് ഇങ്ങനെയാണ്, ആ ഓപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല, ഓരോ ഓപ്പറേഷൻ വേണ്ടി വന്നില്ല, വേണമെന്ന് ഒരു ഹീലിംഗ് നടന്നു. ഒരു ഹീലിംഗ്, ദൈവം തൊട്ടതിൻ്റെ ചില അടയാളങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടിൽ വരണം. നിങ്ങൾ എഴുതി പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് വരണം. നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് വരും. ഇവിടെ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കാൻ. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ച ഒരാളുടെ ജീവിതത്തിൽ ഈ ഒറ്റ മാസം ഒരു അനുഗ്രഹമുണ്ട്. ഈ ഒറ്റ മാസം, ജനുവരി 2-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച ദിവസം ഒരു ചെറുപ്പക്കാരൻ ആ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെ മദ്യപിക്കാൻ പറ്റിയിട്ടില്ല. മദ്യപിച്ചെന്ന് ചോദിച്ചാൽ മദ്യം വായിലൊഴിച്ചു. പക്ഷെ അദ്ദേഹം പറയുന്നത്, എൻ്റെ വായിൽ നിറച്ച് കൊഴുത്ത ഒരു ദ്രാവകം, എണ്ണ പോലത്തെ എന്തോ എൻ്റെ വായു ഒരു തുപ്പിക്കളയാണ്. കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി കുറേ തെറി പറയുന്നുണ്ട്. കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി പറയുന്നത്, എനിക്ക് എന്തോ മരുന്ന് കലക്കി ഭക്ഷണത്തിനകത്ത് തന്ന് ഇവരെന്നെ എന്തോ ചെയ്തോണ്ടാന്ന്. ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിക്ക് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. മദ്യം വായിലൊഴിക്കുമ്പോൾ ആ ഒരു കൊഴുത്ത ദ്രാവകം പോലെ എന്തോ ഒന്ന്. ഇന്നലെ വരെ അങ്ങനെയാണ്, ഇന്നെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്നലെ വരെ ദൈവം തൊട്ടതിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിൽ
ദൈവം തരും. ഹല്ലേലൂയ. വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഇനി വരുമ്പം, ഇനി വരാനിടയായാൽ, അടുത്ത ദിവസം, അടുത്ത നാളുകളിൽ, അടുത്ത മാസമോ ഒരിക്കൽ കൂടി ഈ ദേവാലയത്തിൽ വരാനിടയായാൽ ദൈവം തൊട്ട ഒരു അനുഭവമായിട്ട് വരണം. ഹല്ലേലൂയ. ദൈവം തൊടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, മാറും. ദൈവം തൊടുമ്പോൾ ഭയങ്കരമായ മാറ്റം ഉണ്ടാവും. ഇന്ന് വരെ മാറത്തില്ല, ഇത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞ വിഷയം ആ ഇരുട്ട് മാറും. ആ നന്മയെ മൂടി വച്ച ഇരുട്ട് മാറി അത് കാണാൻ തുടങ്ങും. ആ മാറ്റം ഇങ്ങനെ കാണാൻ തുടങ്ങും. അതുകൊണ്ട് ദൈവം ആദ്യം സൃഷ്ടിച്ചത് സ്വർണ്ണമല്ല, ആദ്യം സൃഷ്ടിച്ചത് ആപ്പിളല്ല, ആദ്യം സൃഷ്ടിച്ചത് ഏറ്റവും വിലയുള്ളൊന്നുമില്ല, ആദ്യം സൃഷ്ടിച്ചത് വെളിച്ചമാ. ഇന്ന് ആദ്യം വേണ്ടത്, നമുക്കാദ്യം വേണ്ടത് വെളിച്ചമാണ്. വെളിച്ചു വന്ന എല്ലാ കാര്യവും നമുക്ക് കൃത്യമായിട്ട് കാണാനും മനസ്സിലാക്കാനും പറ്റും. ആദ്യം വേണ്ടത് വെളിച്ചമാണ്. ഇങ്ങനെ വിശ്വസിച്ചേ, ദൈവം തൊട്ടതിൻ്റെ ഒരടയാളമുണ്ടാകും. നോഹ പറഞ്ഞു, വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. നിങ്ങൾക്കും പ്രാർത്ഥിച്ച പ്രാർത്ഥന നഷ്ടമല്ലെന്ന് മനസ്സിലാകും. ഇവിടെ വന്നത് വെറുതെ ആയി പോയില്ല, മനസ്സിലാകും. ഹല്ലേലൂയ. ഒരു നല്ല കാര്യം കൂടി ഇതിനോട് ചേർന്ന് പ്രസംഗിക്കാനുണ്ട്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായമാണ്. ഇത് പറയുന്നതിനൊരു കാരണമുണ്ട്. ഇത് പ്രസംഗിക്കാൻ, ഇത് മനസ്സിലാകുന്ന വിധത്തിലൊന്ന് നിങ്ങളുടെ അടുത്തെത്തിക്കാൻ എനിക്ക് കഴിയണമെന്ന് ഞാൻ ആദ്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് അനുഗ്രഹം ആഗ്രഹിക്കുന്നവരുടെ നടുക്ക് നിന്ന് പ്രസംഗിക്കേണ്ട വിഷയമാണ്. എവിടെയെങ്കിലും പ്രസംഗിക്കേണ്ട വിഷയമല്ല. അനുഗ്രഹം ആഗ്രഹിക്കുന്നവരുടെ നടുക്ക് നിന്നോ മുമ്പിൽ നിന്നോ പ്രസംഗിക്കേണ്ട വിഷയമാണ്. സംഖ്യയുടെ പുസ്തകം 13-14 ആ അധ്യായത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ. ഹല്ലേലൂയ. ഇത് പറയാൻ നേരത്ത് 13-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് എന്നറിയോ? കാനാൻ ദേശം ഒറ്റുനോക്കുന്നു. ഇതെന്നറിയോ? എല്ലാവരും ഇത് ശ്രദ്ധിച്ചാൽ ഉപകാരമാണ്. ജോഷുവ, ഇതൊരു വായിച്ച് കുറച്ച് കാര്യം ആദ്യം ഒന്ന് പറയാം. 13-ാം അധ്യായം 1-ാമത്തെ വാക്യം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാൻ ദേശം ഒറ്റുനോക്കാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ അയക്കുക. നോക്കാൻ വേണ്ടി, എങ്ങനെയുണ്ടെന്നറിയാൻ വേണ്ടി കുറേ ആൾക്കാരെ കാനാൻ ദേശത്തേക്ക് ആരയച്ചു? മോശ അയക്കാൻ തീരുമാനിച്ചു. നിങ്ങളോട് ആരെങ്കിലും പറയുന്ന അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കല്ല്, അതാ പറയുന്നത്. വേറൊരാൾ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അവർ പറയുന്നത് ആ പരീക്ഷ എഴുതണ്ടെന്ന, അവർ പറയുന്നത് ആ സ്ഥലം മേടിക്കണ്ടെന്ന, ഇവർ പറയുന്നത്, അവരും ഇവരും പറയുന്നത് കേട്ട് തീരുമാനമെടുക്കരുത്. ദൈവത്തോട് പ്രാർത്ഥനയിൽ ആലോചിച്ചെടുത്ത തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. എങ്കിൽ നിങ്ങളും ഒരു കാനാൻ ദേശത്ത് എത്തിയിരിക്കും. ഇതിനകത്ത് ഭയങ്കര അഭിപ്രായം കേട്ടോണം. മോശയോട് ദൈവം പറഞ്ഞു, കുറച്ച് പേരെ അയക്ക്, കാനാൻ ദേശം എങ്ങനെയുണ്ടെന്നറിയാമല്ലോ. അങ്ങനെ പോയി. 17-ാമത്തെ വാക്യം. ചാരവൃത്തിക്ക് അയക്കുമ്പോൾ, അതായത് മോശ അവരെ കാനാൻ ദേശത്തേക്ക് ഇത് നോക്കി എന്നാന്ന് അഭിപ്രായം പറയാൻ വേണ്ടി അയക്കുമ്പോൾ മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു. മോശ പറഞ്ഞു, നിങ്ങൾ ആ സ്ഥലത്ത് പോയി രഹസ്യമായി സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വാ. മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നിന്ന് നെഗേബിലേക്കും തുടർന്ന് മലമ്പ്രദേശത്തേക്കും പോകുവിൻ. നിങ്ങൾ ഈ സ്ഥലത്തേക്ക്, ആ മലമ്പ്രദേശത്തേക്ക് പോകുക. നാട് ഏത് വിധമുള്ളതാണ്? അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ? അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ? അവർ വസിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ? അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടി ഉറപ്പിച്ചതോ? ഏതാണെന്നൊന്ന് പോയി നോക്കിയിട്ട് വാ. ആരാരെ പറഞ്ഞു വിട്ടു? മോശ നേതാക്കന്മാരെ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചു. നിങ്ങൾ നോക്കിയിട്ടൊരു അഭിപ്രായം പറയാൻ പറഞ്ഞു. പോയി. അങ്ങനെ പറഞ്ഞു. എന്തൊക്കെയാ? നല്ലതാണോ ചീത്തയാണോ, കൊള്ളാവുന്നതാണോ, കുറവുണ്ടോ, ആൾക്കാരെങ്ങനെയുണ്ട്, ഭയങ്കര ആരോഗ്യമുള്ളവരാണോ, എല്ലാം നോക്കാൻ പറഞ്ഞു വിട്ടു.
അത് മുന്തിരി പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. മുന്തിരിപ്പഴം ശേഖരിക്കുന്നതിനോടടുത്ത കാലമായിരുന്നു ഇവർ പോയപ്പോൾ. ഇനി 21-ാമത്തെ വാക്യം. അവർ പോയി സിൻ മരുഭൂമി മുതൽ ഹമാത്തിന്റെ കവാടത്തിനടുത്ത് റഹോബ് വരെയുള്ള പ്രദേശം രഹസ്യമായി നിരീക്ഷിച്ചു. അവരെല്ലാം രഹസ്യമായി നോക്കി, എല്ലാ കാര്യവും ഭംഗിയായിട്ട് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, മുന്തിരി പഴുത്ത് ഫലം പറിച്ചെടുക്കാൻ പറ്റിയ സമയത്താ, മുന്തിരിയുടെ സീസണാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞു. 22-ാമത്തെ വാക്യം. അവർ നെഗേബ് കടന്ന് ഹെബ്രോണിലെത്തി. അവിടെ അനാക്കിന്റെ പിന്തുടർച്ചക്കാരായ അഹിമാൻ, ശേഷായി. ഇനി അവർ പോയി മുന്തിരി കൊമ്പുകൾ കുലയോടുകൂടി മുറിച്ചെടുത്ത് 2 പേർ കൂടി തണ്ടിന്മേൽ ചുമന്നു കൊണ്ടുപോന്നു. പോന്നപ്പോൾ മുന്തിരിപ്പഴം പറിച്ചൊന്നുമില്ല, കമ്പടക്കം മുറിച്ചുകൊണ്ട് പോന്നു. പിന്നെ കുറേ മാതളവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു. ഇസ്രായേൽക്കാൽ മുന്തിരിക്കൊല മുറിച്ചെടുത്തത് നിമിത്തം ആ സ്ഥലത്തിന് എഷ്കോൾ താഴ്വര എന്ന പേര് കിട്ടി. ഇവർ പോയിട്ട് എന്നാക്കെ കൊണ്ടുവന്നു? മുന്തിരി കൊണ്ടുവന്നു, മാതളപ്പഴം കൊണ്ടുവന്നു, അത്തിപ്പഴം കൊണ്ടുവന്നു. എന്നിട്ട് ആ സ്ഥലത്തിനൊരു പേര് വിട്ടു, എഷ്കോൾ താഴ്വര എന്ന പേരിട്ടു. ഇതെല്ലാം നല്ലതാ. ഇനി പറഞ്ഞ വാക്കുകളെല്ലാം നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞവർ. ഇനി അവർ പോയിട്ട് പറഞ്ഞു തന്നത് എന്നാണെന്നറിയാമോ? 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. പറഞ്ഞു, അവർ പാരാൻ മരുഭൂമിയിലുള്ള കാദേശിൽ വന്ന് മോശയെയും അഹറോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരമറിയിച്ചു. 27-ാമത്തെ വാക്യം. അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു, പാലും തേനും ഒഴുകുന്നതാണത്, ഇതാണ് ഇവിടുത്തെ പഴങ്ങൾ. ഇനി 28-ാമത്തെ വാക്യം ഫുൾ നെഗറ്റീവ് പറഞ്ഞു. ഇനി പറഞ്ഞത് കേട്ടോ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. ജനങ്ങളൊന്നും ശരിയല്ല. ജനങ്ങൾക്കൊക്കെ ഭയങ്കര മല്ലന്മാരാണ്, പിടിച്ചു തിന്നാൻ വരുന്നവന്മാരാണ്. ഭയങ്കര അടിക്കാൻ നിൽക്കുന്ന പോലെ ഇവർ നിൽക്കുന്നത്. നെഗറ്റീവാണ് പറഞ്ഞ്. ഭയങ്കര മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. അതെല്ലാം ചുറ്റും കോട്ടകളാണ്. നമുക്കങ്ങനെയൊന്നും അവിടെ കയറാൻ പറ്റത്തില്ല. ഭയങ്കര തടസ്സമാണ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ ജർമ്മനിക്കോ നിങ്ങളുടെ മക്കൾ ഫ്രാൻസിലോ ഇറ്റലിക്കോ ഒക്കെ പോകുമ്പോൾ പറയും, അയ്യോ ഭയങ്കര തടസ്സമാണ്, നിങ്ങളൊന്നും പോകാൻ നോക്കണ്ട കേട്ടോ, എല്ലാം ബുദ്ധിമുട്ടാണ് കേട്ടോ, ഇപ്പോൾ പോകുന്നവരെയൊക്കെ ആരും കയറ്റുന്നില്ല, തിരിച്ചു വിടുക അല്ലേ. ഓരോ കാര്യം നോക്കുമ്പം അത് നടക്കുകയല്ല കേട്ടോ, അത് ശരിയല്ല, അവ നാടങ്ങനെയാ, അവിടെ ഉള്ളവരിങ്ങനെയാ, അവിടെ ഉള്ളവർ തന്നെ ഇങ്ങോട്ട് പോരാൻ നോക്കുക. നിങ്ങളൊരു കാര്യം ഉദ്ദേശിച്ച് പോകുമ്പോൾ മുഴുവൻ ആൾക്കാരും പോസിറ്റീവ് പറയണമെന്നൊന്നുമില്ല. അയ്യോ നിങ്ങൾ അവിടെ വീട് വെക്കാൻ പോവുകയാണോ, ആ വീടിൻ്റെ അതിലേക്കൂടെ ഒരു പോക്ക് വരെ ഉണ്ട് കേട്ടോ. ഓ ഉണ്ടോ, എന്നാൽ ഇതെങ്ങനെയായാലും വിറ്റേക്കാം. അയ്യോ നിങ്ങളാണോ ഇവിടെ പോയി സ്ഥലം മേടിച്ചത്, അവിടെ ആ പഞ്ചായത്തിലവിടെ വെള്ളമില്ലെന്നറിഞ്ഞുകൂടെ. അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കുന്നവരാ പലരും. നമ്മൾ എന്തേലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പം കൈയടിച്ച് പാസ്സാക്കുമെന്നൊന്നും ആരും വിചാരിച്ചേക്കില്ല. ഇവരെന്നാ വന്ന് പറഞ്ഞ് വന്ന് പറയുക, അവിടെ മുന്തിരിപ്പഴവും അത്തിപ്പഴവും മാതളവും ഒക്കെ ഉണ്ട്, പക്ഷേ ജനങ്ങളൊന്നും ശരിയല്ല. പിന്നെ അവിടെ എല്ലാം ഫുള്ളും മതിൽ കെട്ടി വച്ചേക്കുക. ഇനിയും പറഞ്ഞവർ, മാത്രമല്ല അനാക്കിന്റെ വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. അവിടെ അനാക്കിമിൻ്റെ കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല കേട്ടോ, അങ്ങോട്ടൊന്നും പോകണ്ട, ശരിയാവില്ല. ഒരാൾക്കും പോകണമെന്ന് അഭിപ്രായമില്ല. അവരുടെ അഭിപ്രായം കേട്ട് പുറകോട്ട് പോവുമായിരുന്നെങ്കിൽ ഒരൊറ്റയോരണം കാനാൻ ദേശത്തെത്തിയല്ലായിരുന്നു. അഭിപ്രായം പലതായപ്പോഴും മോശയും പ്രാർത്ഥനയുള്ള മനുഷ്യർ പ്രാർത്ഥിച്ചു തീരുമാനമെടുത്തെന്നറിയോ, എന്തു പ്രയാസമുണ്ടെങ്കിലും മുന്നോട്ട് പോക്കോ. മുന്നോ അവിടെ അനാക്കിമിൻ്റെ ആൾക്കാരോ അവിടെ ഭയങ്കര മല്ലന്മാരോ ചുറ്റും മതിലോ തടസ്സോ എന്തു ഉണ്ടാകട്ടെ, അത് ദൈവം നമുക്ക് തന്ന ദേശമാണ്. നിങ്ങൾ മനുഷ്യരുടെ വാക്ക് കേട്ട് തീരുമാനം എടുത്തേക്കല്ലേ കേട്ടോ. ഇത് പറയാൻ വേണ്ടി ഇത് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്കിത് ബോറായി തോന്നിക്കാണും ചിലപ്പോൾ. ഇത് നമുക്ക് ഉപകാരമാണ്. നമ്മളൊരു സ്ഥലത്ത് വീട് വെക്കാൻ പോകുമ്പം നാട്ടിലുള്ളവർക്ക് മുഴുവൻ എന്നാ അഭിപ്രായമാണ്. നിങ്ങളുടെ കൊച്ചു ഇന്ന രാജ്യത്തേക്ക് പോകുമ്പോൾ മുഴുവൻ ആൾക്കാരും പറയുമോ, ഇപ്പോൾ ആ രാജ്യത്തേക്ക് ആരെ എടുക്കുന്നില്ല.
വിസയൊക്കെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക പോണോ വേണ്ടയോ. ദൈവം നിനക്ക് തന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധ്യമാണെങ്കിൽ ഒരു ചുവട് പുറകോട്ട് വച്ചേക്കല്ല്. അവിടെ എന്തൊക്കെ അഭിപ്രായം കേട്ടാലും മുന്നോട്ട് പോക്കോണം, രക്ഷപ്പെട്ടോണം. അഭിപ്രായം കേട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു എളിയ ശുശ്രൂഷയാണ് ഡെയിലി ബ്ലെസ്സിങ് അല്ലെ നിയോഗ പ്രാർത്ഥന. രാവിലെ 5:30 ഞാനൊരു 10-16 പേരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ 16 പേരും എന്നോട് പറഞ്ഞു, അയ്യോ വേണ്ട 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 വേണ്ട, 5:30 ആരും എഴുന്നേക്കില്ലച്ചോ. വൈകുന്നേരം ഒരു 8:30 ആണെങ്കിൽ ശാപ്പാടിന് മുമ്പ് ആൾക്കാർ കേൾക്കും. എന്നോടാരും നല്ലത് പറഞ്ഞില്ല, എന്നോടാരും പോസിറ്റീവ് പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു 15 മിനിറ്റൊന്നും ആരും കേൾക്കില്ലച്ചോ. 5:30 ആരും 5:30 1,00,000 ആൾക്കാർ എഴുന്നേറ്റിരിപ്പുണ്ട്. 5:30 മനുഷ്യൻ ഇഷ്ടം പോലെ എഴുന്നേറ്റിപ്പുണ്ട്. ഓരോ ദിവസവും ലൈവ് ലക്ഷങ്ങൾ എഴുന്നേറ്റിരിപ്പുണ്ട്, കുടുംബമായി എഴുന്നേറ്റിരിപ്പുണ്ട്. നിങ്ങളതിൽ പങ്കെടുക്കുന്നവരാകാം. അന്ന് അവരുടെ വർത്തമാനം കേട്ടിട്ട് ഈ ശുശ്രൂഷ നടത്തിയില്ലായിരുന്നെങ്കിൽ പല ആശ്വാസവും അനുഗ്രഹവും വഴി തുറക്കുന്ന അനുഭവം പലർക്കും ഉണ്ടാകത്തില്ലായിരുന്നു. ഇന്നൊരു കാനാൻ ദേശത്തെത്തി നിൽക്കുന്നത് പോലെ നിൽക്കുന്നത് മനുഷ്യൻ പറഞ്ഞ കുറേ വാക്ക് കേട്ടിട്ട് തീരുമാനം എടുത്തോണ്ടല്ല, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ചില ഡിസിഷൻ എടുക്കുമ്പോഴാണ് ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കുന്നത്, ഉയർച്ച ഉണ്ടാകുന്നത്. നിങ്ങളിപ്പോൾ പറയുക എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ഓ ബിസിനസ്സോ? ആ ബിസിനസ്സൊന്നും വിജയിക്കുകയില്ല. അപ്പോഴേ ജീവൻ പോയി. എല്ലാവരും ഈ ബലൂണ് സൂചി കുത്തി പൊട്ടിക്കുന്ന പോലെയാണ്, പൊട്ടിച്ചേ വിടത്തുള്ളൂ. ആരും നല്ലതാണെന്നൊന്നും പറയില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരു രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ പറയും ഇനി അങ്ങോട്ടും കൂടെ എഴുന്നള്ളാത്തതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ. ഇനി നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് എന്നാ കാണിക്കാനാ? ഉള്ള പൈസയെല്ലാം കൊണ്ട് കളയാനാണോ പ്ലാൻ? എല്ലാത്തിനും ഇങ്ങനെ ഈ അവിടെ തടിയുള്ളവരുണ്ട്, അവിടെ അനാക്കിമിൻ്റെ ആൾക്കാരുണ്ട്, അവിടെ മുന്തിരി അത്തിപ്പഴമൊക്കെ ഉണ്ട്. പക്ഷെ പോയിട്ട് കാര്യമൊന്നുമില്ല, ചുറ്റും മതിലാണ്, ബ്ലോക്കാണ്. പക്ഷെ പ്രാർത്ഥനയുള്ളവർ പറഞ്ഞു മുന്നോട്ട് പോക്കോണം. അതുകൊണ്ടാണ് അവർ കാനാൻ ദേശത്തെത്തിയത്. 1 പ്രാവശ്യം തോറ്റവരുണ്ട്, 2 പ്രാവശ്യം തോറ്റവരുണ്ട്, 3 പ്രാവശ്യം തോറ്റവരുണ്ട്, 5 പ്രാവശ്യം ചില പരീക്ഷകൾ എഴുതി തോറ്റവരുണ്ട്. അപ്പോൾ ആരോടൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിനക്കത് കിട്ടിയേലടി, നിനക്കത് കിട്ടിയേലടാ, നീ വേറെ എന്തെങ്കിലും നോക്ക്. പലരും അഭിപ്രായം കേട്ട് തീരുമാനമെടുത്തു. നിങ്ങൾ അഭിപ്രായം മനുഷ്യരോട് ചോദിച്ചാലും തീരുമാനമെടുക്കേണ്ടത് പ്രാർത്ഥനയിലാണ്. ദൈവമാണ് നിനക്ക് തന്നതെങ്കിൽ അവിടെ അനാക്കിമിൻ്റെ ആളുകളുണ്ടേലും, അവിടെ മതിലുണ്ടേലും, അവിടെ ഇരുട്ടുണ്ടേലും, അവിടെ കടലുണ്ടേലും, അവിടെ ചെളിയുണ്ടേലും നിന്നെ ദൈവം സേഫായിട്ട് സെക്യൂറായിട്ട് എത്തേണ്ട സ്ഥലത്ത് ദൈവം നിന്നെ എത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിരാശപ്പെട്ടിരിക്കില്ല. അവരെന്നോട് അങ്ങനാണല്ലോ പറഞ്ഞ്, എന്നാൽ പോകണ്ട, അവരങ്ങനെയാ പറയുന്നത്. എത്ര പേരാ മനുഷ്യൻ്റെ വാക്ക് കേട്ട് വീട് വെക്കാത്തേ? എത്രയോ പ്രാവശ്യം പറഞ്ഞു സുഹൃത്തെ അവിടെ വീട് വെക്ക്, എന്നാലും അപ്പുറത്തെ പുള്ളി പറഞ്ഞ കാര്യമാണ് പുള്ളിക്ക് വേദവാക്യമായിട്ടിരിക്കുന്നത്. ആരോ പറഞ്ഞു അവിടെ വെള്ളമില്ല, ആരോ പറഞ്ഞു അതിലെ പോക്കുവരവുണ്ടെന്ന് പുള്ളി എങ്ങനെയാണ് അറിഞ്ഞത്? ചിലർ നമ്മൾ പറയൂ അതിലേക്കൂടെ പോക്കുവരവുണ്ട്. രാത്രി 2:15 കിലികിലികിലാന്നൊരൊച്ച കേട്ടു. ഇയാളെങ്ങനെയാണ് കേട്ടത്? ഇയാൾ ആ സമയത്ത് പോത്ത് പോലെ കിടന്നുറങ്ങും. കിലികില ഒച്ച കേട്ടത് ചുമ്മാ അങ്ങ് അടിക്കുകയാണ്. ചുമ്മാ അടിക്കുന്ന വാക്കുകൾ കേൾക്കരുത്. ദൈവം നിനക്ക് തന്നതാണെ അവിടെ വീട് വെക്കും. ദൈവം തന്നതാണെങ്കിൽ ആ ഐശ്വര്യം ഞാൻ അനുഭവിക്കും. ദൈവം എനിക്ക് തന്ന ശുശ്രൂഷയാണ്, അവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കും. ദൈവം എനിക്ക് തന്ന വണ്ടിയാണെങ്കിൽ അത് എൻ്റെ കയ്യിൽ എത്തും. ഉറപ്പാണത്. ദൈവം എനിക്ക് തന്നതാണെങ്കിൽ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം. ദൈവം എനിക്ക് തന്നതാണ്, ആ ജോലി എനിക്ക് കിട്ടും. ദൈവം എനിക്ക് തന്നതാണെങ്കിൽ ആ IELTS ഞാൻ പാസ്സാവും. ദൈവം എനിക്ക് തന്നതാണ്, ഇവിടെ നിന്ന് ഞാൻ പാടും. ദൈവം എനിക്ക് തന്ന ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കും. ദൈവം എനിക്ക് തന്നോണ്ടാ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ദൈവം തരുന്നിടത്ത്, ദൈവം ഒരുക്കിയെടുത്ത് ദൈവം നിങ്ങളെ എത്തിക്കും. വിശ്വസിക്കുന്നോ? ഇതൊക്കെ ഒരു കഥയായിട്ട് തോന്നുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ആ ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി മനുഷ്യൻ ഇങ്ങനെയാ. എല്ലാവരും അങ്ങനെയല്ലേ? ദുബായി പോയവർ പറയില്ലേ നിങ്ങളൊന്നും അങ്ങോട്ട് വരണ്ട കേട്ടോ, ഫുൾ മണലാ അവിടെ, ചൂടെന്നൊക്കെ പറഞ്ഞ കടല വറക്കുന്ന ചൂടാണ്. പുള്ളി അവിടെയാ. പക്ഷെ പുള്ളി പറയാ ചൂടാന്ന്.
അവിടെ മണലാണ്, അവിടെ കടല പറക്കുന്ന ചൂടാന്ന്. വേറെ അഭിപ്രായം കേട്ടിട്ടല്ല, അഭിപ്രായം കേട്ട് ഡിസിഷൻ എടുക്കല്. അഭിപ്രായം കേട്ടോ പ്രാർത്ഥനയിൽ. ഇത്രയൊക്കെ കേട്ടിട്ട് തിരിച്ചു പോന്നോ? 30-ാമത്തെ വാക്യം പറഞ്ഞേ. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട്. അത് ശ്രദ്ധിച്ചോ? ജനത്തിന് ചുറ്റും കൂടി നിന്ന ജനങ്ങൾ പറയാ പോകണ്ട. ഇനി മുകളിലൊരു വാക്ക് പറയുന്നുണ്ട്, വീട്ടിൽ പോലെ ആയിപ്പോകും നമ്മുടെ അവസ്ഥയെന്ന്. വീട്ടിൽ പോലെ ഒന്നുമില്ലാണ്ടായി പോകും. അവർ വീട്ടിലെ പിടിച്ച് ഞെരിക്കുന്നത് പോലെ നമ്മളെ പിടിച്ച് ഞെരിച്ച് കളയും എന്ന് ജനം പറഞ്ഞപ്പോൾ മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലേബ് പറഞ്ഞു. കാലേബ് അനുഗ്രഹമുള്ള ഒരു മനുഷ്യന്റെ പേരാണ് കാലേബ്. കാലേബ് പറഞ്ഞു, എന്നാ പറഞ്ഞത്? നമുക്കുടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. നമുക്ക് പോയി അത് കൈവശപ്പെടുത്താം. ദൈവം നമുക്കത് തന്നതാണ്. ഇത് നിങ്ങൾ പറയണം. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അവിടെ എന്തോ പ്രശ്നമുണ്ട്, ആ സ്ഥലം മേടിക്കണ്ട, ആ രാജ്യത്ത് പോകണ്ട, ആ ജോലി വേണ്ട. ദൈവം നമുക്ക് തന്നതാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ആര് പറഞ്ഞു? ഓരോ കാലബുമാരായി മാറണം. വിശ്വാസത്തിൻ്റെ ആർജവമുള്ള വാക്കുകൾ പറയുന്ന കാലബുമാരാകാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അത് ശരിയാകില്ല, അത് നടക്കത്തില്ല, നീ വെറുതെ ആ പണിക്ക് പോകണ്ട, ഇത് പറയാൻ വേണ്ടി അല്ല വാ തുറക്കുന്നത്. കാലേബിനെ പോലെ ദൈവം തന്നതാണെങ്കിൽ അത് നിന്റെ കയ്യിൽ ഇരിക്കും, അത് ഞാൻ കൈവശപ്പെടുത്തും. അത് വിശ്വാസത്തിന്റെ വാക്കെന്ന് മാത്രമല്ല, അത് വിശ്വാസത്തിന്റെ കാച്ചിക്കുറുക്കിയ ആർജവമുള്ള വാക്കുകളാണ്. അത് പറയാനാ ദൈവം മൈക്ക് തന്നിരിക്കുന്നത്, അത് പ്രസംഗിക്കാനാ ഇവിടെ കയറ്റി നിർത്തിയത്. ഇത് പറഞ്ഞു. അടുത്ത ഭാഗം, അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്, എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല. നമ്മളെക്കാൾ ശക്തരാണെന്ന് അവനോടുകൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു. എന്ത് നൽകി? തെറ്റായ ധാര. അത് ഇന്നും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. തെറ്റായതെല്ലാം പറഞ്ഞു, അവിടെ ശരിയല്ല, ആ ശരിയല്ല, ആ വീട്ടുകാർ ശരിയല്ല, ആ കല്യാണം നിങ്ങൾ നടത്തണ്ട, ആ ചെറുക്കൻ ശരിയല്ല, ആ പെണ്ണ് ശരിയല്ല. നമുക്ക് നല്ല ധാരണ തരുന്നവരല്ല, തെറ്റായ ധാരണ. മനുഷ്യൻ്റെ വാക്ക് കേട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. നമ്മൾ എന്തേലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ തെറ്റായ ധാരണകൾ നൽകി നമ്മളെ നിരുത്സാഹപ്പെടുത്തും. എന്നാൽ ശരിയായ തീരുമാനം പ്രാർത്ഥിച്ചെടുത്തോ. ഇന്ന് നടക്കുന്നത് കല്ലിലും മുള്ളിലും മണലിൽ കൂടെ ആണേലും നിന്നെ ദൈവം നല്ലൊരു കാനാൻ ദേശത്ത് എത്തിച്ചിരിക്കും. ഹല്ലേലൂയ. ഇനി ഇതൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വിഷയമൊക്കെ ഇനിയും കുറച്ച് നേരം കൂടെ പറയാനുണ്ട്. കാലബ് വസ്ത്രം കീറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് ശേഷം പറയുന്നുണ്ട്, നിങ്ങളാരും പോകണ്ട, വീട്ടിൽ പോലെ ആയിപ്പോവും നമ്മുടേന്ന്. 33-ാമത്തെ വാക്യം, നെഫീലീമിൽ നിന്ന് വന്ന അനാക്കിമിൻ്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വീട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിക്കാണും. അവിടെ ചെന്ന ഉടനെ വീട്ടിൽ ഞെരുക്കുന്ന പോലെ ഞെക്കിക്കൊല്ലും ഞങ്ങൾ. ഇതെല്ലാം കേട്ടിട്ട് അവർ പിറകോട്ട് പോയില്ല. അവർ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയപ്പോൾ അവർ കാനാൻ ദേശത്തെത്തിയെന്ന് വേദപുസ്തകം പറയുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടെ, നിങ്ങളും അനുഗ്രഹമുള്ളൊരു കാനാൻ ദേശത്ത് എത്തും. ഇന്ന് എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തേ. മനുഷ്യൻ്റെ വാക്കുകേട്ട് പിറകോട്ട് പോകല്ല്. ചില അഭിപ്രായങ്ങളെ ഗൗരവമായി എടുത്താൽ മതി. ചിലത് നമ്മളുടെ നന്മ ആഗ്രഹിക്കാത്ത മനുഷ്യർ പറയും, നീ ഇവിടെയാണോ വീട് വെക്കുന്നേ? അയ്യോ, ഇവിടെ വീട് വെക്കല്ല് കേട്ടോ, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങ് പോകാനിരിക്കുക. ദൈവമാണോ നിനക്ക് തന്നത്? അവിടെ വീട് വയ്ക്കണം. ദൈവമാണോ നിനക്ക് തന്നത്? ആ വ്യക്തിയെ നീ സ്വീകരിക്കണം. ദൈവമാണോ നിനക്ക് ആ ആഗ്രഹം തന്നത്? അവിടെ എത്തണം. അല്ലാണ്ട് അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അവർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇതൊന്നും ശരിയാകുകയില്ല, ഇങ്ങനെ പറഞ്ഞ് പുറകോട്ട് പോകാനുള്ളവരല്ല. പിറകോട്ട് പോകാനാ പ്ലാനെങ്കിൽ പിറകോട്ട് പോകാനേ നേരം ഉണ്ടാവുള്ളൂ. ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് പിറകോട്ട് പോയി അങ്ങ് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അപ്പുറത്തേക്ക് മറിഞ്ഞു പോകാനല്ല, മുന്നോട്ട് പോയി
അനേകരെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ രക്ഷപ്പെട്ടോണം. രക്ഷപ്പെടണം, രക്ഷപ്പെടണം. രക്ഷപ്പെടാറുള്ളവരുണ്ട്. രക്ഷപ്പെടാൻ നിങ്ങളെക്കുറിച്ച് ദൈവ പദ്ധതി ഉള്ളോണ്ടാ ഈ വചനം ഇന്നിവിടെ പ്രസംഗിച്ചത്. എന്തുമാകട്ടെ, ദൈവം നിനക്കൊരു കാനാൻ ദേശം തന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ വേറൊരു സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ മറ്റൊരു രാജ്യത്തായിരിക്കും, ചിലപ്പോൾ നല്ല ശുശ്രൂഷയായിരിക്കും. അതെന്തുമാകട്ടെ, ഈ ചുമ്മാ അഭിപ്രായം പറയുന്നവരെ നെഞ്ചിലേറ്റി നടക്കണ്ട. ഇവർക്കൊന്നും നല്ല ഉദ്ദേശമല്ല. അവരൊക്കെ രക്ഷപ്പെട്ട് കാണുന്നതിൽ അസൂയുള്ളവരാണ്. അയ്യോ, നിങ്ങളൊന്നും ആ രാജ്യത്ത് പോകല്ലോ കേട്ടോ, ഭയങ്കര തണുപ്പാണ്, നിൻ്റെ നടുവേദന കൂടും. നിങ്ങളൊന്നും അങ്ങോട്ട് പോയേക്കല്ലോ കേട്ടോ, എയർപോർട്ടിൽ വെച്ച് തന്നെ പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്, ഞങ്ങളൊക്കെ പേടിച്ച് കഴിയുക. എന്നാൽ നിങ്ങളിപ്പോൾ എവിടാ? ആ പുള്ളി അവിടെയാണ് താമസിക്കുന്നത്. നമ്മൾ പോകുമ്പോഴാണ് പ്രശ്നം. അഭിപ്രായം കേട്ടോ, പക്ഷെ അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കല്ലേ. അഭിപ്രായം കേട്ട് തീരുമാനമെടുത്തിട്ട് പലരുടെയും ജീവിതം എവിടെ എത്താതെ കിടപ്പുണ്ട്. പലരുടെയും ജീവിതം അവതാളത്തിലായി. പലരുടെയും വാക്ക് കേട്ടിട്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഇങ്ങനെയാ, തീരുമാനമെടുക്കാനുള്ളൊരു കഴിവ് വേണം. എന്തു വേണം? തീരുമാനം. എങ്ങനെ? ദൈവത്തോടുള്ള തീരുമാനം. മോശയും ജോഷുവായും ഒക്കെ ഒരു കഴിവുള്ള മനുഷ്യരാ. എന്നറിയോ? അവരങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാൽ നമുക്ക് പോകണ്ട, തിരിച്ചു പോയേക്കാം, അവിടെ ഭയങ്കര മതിലുകളുണ്ടെന്നാണ് പറഞ്ഞത്, നമുക്ക് പോകണ്ട, നമ്മുടെ ജീവിതമൊക്കെ വീട്ടിൽ പോലെ ആയിപ്പോകും, ഇമാരെല്ലാം കൂടെ ഞെക്കി നമ്മളെ കൊല്ലും, അതുകൊണ്ട് തിരിച്ചു പോയേക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു പോകാനുള്ള തീരുമാനമല്ല എടുത്തത് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എടുത്തത്. മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. എന്തിനാ നിങ്ങളെ അനുഗ്രഹ എന്ന പുണ്യ സ്ഥലത്ത്, പ്രാർത്ഥനയുള്ള സ്ഥലത്ത്, 365 ദിവസവും വചനം പറയുന്ന സ്ഥലത്ത്, സഹോദര സഹോദരി, മകനെ മകളെ, മാതാവേ പിതാവേ, നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? പിറകോട്ട് പോയി കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ പുറകോട്ട് മറിഞ്ഞ് വീണ് നടുവൊടിയാന്ന് പറയാനല്ല, നിന്റെ കയ്യിലുള്ളതൊക്കെ പോകൂന്ന് പറയാനല്ല, നിനക്കൊരു ഉയർച്ചയുണ്ടാകുമെന്നും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും ദൈവം നിന്നെ മുന്നോട്ട് നടത്തുമെന്നും ഇതൊക്കെ പറയുന്നത് കേൾപ്പിക്കാനാ. ഈ വണ്ടിക്കാശ് മുടക്കി ഇവിടെ വന്നേ, ഈ ബെടാപ്പാട് മുഴുവൻ പെട്ടത്, ഈ റിസ്ക് എടുത്ത് ഇവിടെ വന്നത്, ഇത്രയും ദൂരെ യാത്ര ചെയ്തത്, ഇവിടെയൊക്കെ വന്നത് ചില കാര്യങ്ങളെ നിങ്ങളെ കേൾപ്പിക്കാനാണ്. ദൈവം നിങ്ങളെ ചില കാര്യങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. ചില കാനാൻ ദേശത്ത് നിങ്ങൾ എത്തും. അറാറത്ത് പർവ്വതത്തിൽ നോഹയുടെ പെട്ടകം ഉറച്ചു. അതിന്റെ ഒരു പലക പോലും ഇളകിപ്പോയിട്ടില്ല. അതിന്റെ ഒരു പലക പോലും ഒട്ടിപ്പോയിട്ടില്ല. അതിനെ ദൈവം ഉറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നോഹ ഒരു പ്രാവിനെ തുറന്നു വിട്ടു, അത് പോയേച്ച് അതുപോലെ തിരിച്ചു വന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ 7-ാം ദിവസം സന്ധ്യയായപ്പോൾ കണ്ടു, പറത്തിവിട്ട പ്രാവ് ഒരു ഒലിവിലയും കൊത്തി ഒരു അടയാളവുമായി തിരിച്ചു വരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് നിശ്ചിത ദിവസം കഴിയുമ്പോൾ ചില അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വന്നതിൻ്റെ, ചില ഒലിവിലകൾ ജീവിതത്തിലേക്ക് വന്നതിൻ്റെ, ചില നന്മകൾ അനുഭവിച്ചതിൻ്റെ ചില നല്ല അടയാളങ്ങൾ ദൈവം ചെയ്തു തരട്ടെ. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചില അടയാളങ്ങൾ, ചില ഹീലിങ്ങുകൾ നടക്കട്ടെ, ചില സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, ചില വിടുതലുകൾ നടക്കട്ടെ, ചില നന്മകൾ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ, സംഭവിക്കട്ടെ. എല്ലാവരും കണ്ണുകളെ ഒന്ന് അടച്ചേ. എന്നിട്ട് മനസ്സിലൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്, തുണി കീറിപ്പോയാൽ തയ്യക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി തുന്നാൻ കൊടുക്കും. ചെരുപ്പ് പൊട്ടി അതിൻ്റെ വള്ളി പൊട്ടിപ്പോയാൽ, അതിൻ്റെ തുന്നൽ വിട്ടുപോയാൽ, ചെരുപ്പ് തുന്നുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോയി ചെരുപ്പ് തുന്നിക്കും. നിങ്ങൾ ഓടിക്കുന്ന വണ്ടി കേടായാൽ അതിൻ്റെ വർക്ക്ഷോപ്പ്, അതിൻ്റെ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ട് ചോദിക്കും, എന്നാ ചെയ്യണ്ടേ, ഈ വണ്ടിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട്. ജീവിതം കേടായാൽ എന്നാ ചെയ്യും? ജീവിതത്തിൻ്റെ തുന്നു വിട്ടുപോയാൽ എന്തു ചെയ്യും? ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ കീറിപ്പോയാൽ എന്തു ചെയ്യും? ദൈവനിയോഗമുള്ള സ്ഥലത്ത് ജീവിതത്തെ കൊണ്ടുവരണം. ദൈവനിയോഗമുള്ള മനുഷ്യൻ്റെ കയ്യിൽ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തയ്യക്കാരൻ കീറിയ ഉടുപ്പ് തുന്നുന്നത് പോലെ, പൊട്ടിപ്പോയ വള്ളികൾ വീണ്ടും തെരുപ്പ് തുന്നൽക്കാരൻ സൂചി കൊണ്ട് തുന്നിച്ചേർക്കുന്നത് പോലെ, വാഹനം നന്നാക്കാൻ കഴിവുള്ള ഒരു മെക്കാനിക് വാഹനത്തിൻ്റെ കേടുപാടുകൾ നന്നാക്കുന്നത് പോലെ, അതിൻ്റെ ഓയിൽ മാറ്റുന്നത് പോലെ, അതിൻ്റെ ക്ലച്ച് മാറ്റുന്നത് പോലെ, അതിൻ്റെ ഗിയർ ഓയിൽ മാറ്റുന്നത് പോലെ, അതിൻ്റെ സംവിധാനങ്ങളെ ക്രമപ്പെടുത്തുന്നത് പോലെ ദൈവനിയോഗമുള്ള സ്ഥലത്ത് ജീവിതം കൊണ്ടുവരും.
വരുമ്പോൾ, ദൈവനിയോഗമുള്ള സ്ഥലത്ത് ജീവിതത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവവും ചില തുന്നിച്ചേർക്കലുകൾ ജീവിതത്തിൽ ചെയ്യും. ചില വിടുതലുകൾ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. ബഹുദൂരം മുന്നോട്ട് പോകും, ബഹുദൂരം മുന്നോട്ട് പോകാൻ തുടങ്ങും. ദൈവത്തിന്റെ വാക്ക് കേട്ട മുന്നോട്ട് നീങ്ങുന്നെങ്കിൽ അറാറത്ത് പർവ്വതത്തിൽ എന്നതുപോലെ ദൈവം നിങ്ങളെയും എന്നെ ഉറപ്പിച്ചിരിക്കും. ഇനി നിങ്ങൾ ഇത് പാടുന്നതിന് മുമ്പ് കേൾക്കണേ. നോഹിന്റെ പെട്ടകം വലിയ പ്രളയം ഉണ്ടായി വെള്ളം പൊങ്ങിയപ്പോഴും അതിൻ്റെ ഒരു പലക കഷ്ണം പോലും ഇറങ്ങിപ്പോയിട്ടില്ല. അതിൻ്റെ ഒരു പലക പോലും ഇളകിപ്പോയിട്ടില്ലെന്ന്. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവൻ്റെ ജീവിതത്തിലൊന്നും ഇളകിപ്പോവുകയില്ല. അവനെ ദൈവം സുരക്ഷിതമായിട്ട് ഉറപ്പിക്കും. നിങ്ങളോട് ചില ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം ഡിലീറ്റ് ആക്കിക്കളാം. അതിനെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കുന്ന പോലെ മനസ്സിൽ നിന്ന് അത് ഡിലീറ്റ് ആക്കിക്കളാ. എന്നിട്ട് ഇത് സേവ് ചെയ്ത് വെക്ക്. ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങളെ സേവ് ചെയ്ത് വെക്ക്. അതാ നടക്കാൻ പോകുന്നത്, അതാ സംഭവിക്കാൻ പോകുന്നത്. ഒലിവില കൊത്തിക്കൊണ്ടൊരു പ്രാവ് പറന്നു വന്നു. ചിലതൊക്കെ ജീവിതത്തിലേക്ക് പറന്നു വരുന്നത് നിങ്ങൾ കാണും, നിങ്ങൾ കാണും. ചിലതൊക്കെ ഒരു പ്രാവ് ഒലിവില കൊത്തിക്കൊണ്ട് പറന്നു വരുന്നത് നോഹ് കണ്ടതുപോലെ ദൈവം അനുഗ്രഹിച്ച ദൈവം അനുഗ്രഹിച്ച നന്മകൾ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ കാണും. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് അധരങ്ങളെ തുറന്ന് ശബ്ദത്തെ ഉയർത്തി അധരം തുറന്ന് ഒന്ന് അല്പനേരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദമുയർത്തി ജീസസ് ഹല്ലേലൂയ. മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണും ഒരു കാതും. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി ഈ പാട്ട് പാടുന്ന ഓരോ അക്ഷരവും ശ്രദ്ധിക്കണേ. ജീവിതത്തെ നോക്കി പാടുവാണ്. മരുഭൂമിയിൽ അർത്ഥപ്രാണനാ ഓരോ കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേ ചൊല്ലി എന്നെ മാർവോടണച്ചു. സ്നേഹക്കൊടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേ ചൊല്ലി എന്നെ മാറോടണച്ചു. അതുകൊണ്ട് എന്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ താലോടുവാൻ യേശുവേ പോലാരെയും ഞാൻ കണ്ടതില്ല. പിന്നെയോ ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ എന്ന് പറഞ്ഞ് 10,000 അതിശ്രേഷ്ഠൻ. പിന്നെയോ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരനേശു. എന്തൊക്കെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത്? അഭിപ്രായങ്ങൾ ഒരുപാട്. ഇന്നുവരെയും ഒരഭിപ്രായം പറയാത്തവർക്ക് വരെ പറയാൻ അഭിപ്രായമാണ്. ആ സ്ഥലം കൊള്ളില്ല, ആ വ്യക്തി കൊള്ളില്ല, നിങ്ങളവിടെ പോകണ്ട, അവിടെ അങ്ങനാണ്, നിങ്ങൾ ആ തട്ടിപ്പാണ്, അത് ചതിയാണ്.
നിനക്കതിന് ഭാഗ്യമില്ല, നീ അവിടെ എത്തത്തില്ല, ഇത് വിസ കിട്ടത്തില്ല, ഈ രാജ്യത്ത് നീ പോകത്തില്ല, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അവിടെയുള്ളവരൊക്കെ തിരിച്ചു വിടുവാണ്, ഇവിടെ പോക്കുവരവുണ്ട്, ഇവിടെ വെള്ളമില്ല, ഇവിടെ കരണ്ട് കിട്ടാൻ പാടാണ്, നീ അല്ലാണ്ട് ഇവിടെ വീട് വെക്കുമോ? ഓ, എന്തോ അഭിപ്രായമാ. എന്നാൽ 1 സെൻറ്റ് ഭൂമി മേടിക്കാനുള്ള പൈസ ഇവർ തന്നോ? അതില്ല. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മുന്നോട്ട് പോകാനാ തീരുമാനിക്കുന്നെങ്കിൽ ഒരു നല്ല കാനാൻ ദേശത്ത് നീ എത്തിയിരിക്കും. ഇവിടെയും ഇസ്രായേലിൽ പോകാനും ഫ്രാൻസിൽ പോകാനും ജർമ്മനി പോകാനും UK പോകാനും നല്ല നല്ല രാജ്യത്ത് പോകാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാ നിങ്ങളോടൊക്കെയാണ് പറയുന്നത്. ചില നല്ല സ്വപ്നങ്ങളോടാ പറയുന്നത്, മാതാപിതാക്കളോടാ പറയുന്നത്, അയ്യോ നിനക്ക് ലോണ് കിട്ടത്തില്ല, ആരും പൈസ വായ്പ തരത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അവിടെ എത്തിയിരിക്കും. ഒറ്റ പ്രാവശ്യം കൂടി പാടുമോ? ആരോഗ്യം ഒക്കെ ആണെങ്കിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. അർത്ഥം പറഞ്ഞു പാടിയേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം താവകരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം താവകരങ്ങൾ ആശ്വാസമായി.